ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, ഈ വയസ്സാവുക എന്ന് പറയുന്ന ഒരു രോഗമാണോ? അല്ല. അല്ലാന്ന് വിശ്വസിക്കുന്നതിലൊക്കെ ഒന്ന് കൈവക്കി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതൊരു തിരഞ്ഞെടുപ്പാണ്. നമുക്ക് വയസ്സാവണം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് വയസ്സാവുള്ളൂ, അല്ലേ? ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഫുള്ള് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വാർദ്ധക്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിലാകും? വാർദ്ധക്യം നമുക്ക് എന്താക്കാം, നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് വയസ്സനാവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 5 മിനിറ്റ് ഒരു വിഷ്വലൈസേഷൻ ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രായത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾ ഏറ്റവും എനർജറ്റിക്കായി നിന്നൊരു പ്രായത്തെക്കുറിച്ച് ചിന്തിച്ചല്ലോ. ഈ പ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റൻ്റാണ്, പിന്നെ അത് മാറില്ല. ഒരു മനുഷ്യന് വിചാരിച്ചാൽ ഒരു 250 വർഷം വരെ ജീവിക്കാമെന്നാണ്. 250 വർഷം വരെ സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. പക്ഷേ സമൂഹത്തിലുണ്ട്, നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. പക്ഷെ നമുക്ക് സാധ്യമാവാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഏറ്റവും നല്ല മികച്ച പ്രായത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുക. സാവധാനം ഒന്ന് കണ്ണടക്കുക, കണ്ണ് പതുക്കെ അടക്കുക. പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളും ചിന്തകളും ഒഴിവാക്കുക. ഒരു നിമിഷം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, എന്നിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക. എന്നിട്ടൊരു ദീർഘശ്വാസം കൂടി ഉള്ളോട്ട് എടുക്കുക. ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പം നമ്മളിൽ സമാധാനം നിറയുന്നതായിട്ട് നമ്മുടെ ശരീരം മുഴുവനും, നമ്മുടെ ഓരോ കോശത്തിലേക്കും സമാധാനം വ്യാപിക്കുന്നതായിട്ട് ചിന്തിക്കുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പം നമ്മളിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അലിഞ്ഞില്ലാതാവുന്നതായിട്ട് ചിന്തിക്കുക. ഇപ്പം നമ്മളെ മനസ്സിൽ, നമ്മൾ ഈ പൂനൂരാണെങ്കിൽ പൂനൂർ, അല്ലെങ്കിൽ ഈ പെരിങ്ങളം വയൽ, എവിടെയാണെങ്കിലും മനോഹരമായ ഒരു സ്ഥലത്തിലൂടെ, ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. നമ്മളെ ജനനം തൊട്ട് ഇന്ന് വരെ ഓരോ വർഷവും ഓരോ അടയാളങ്ങളായി നമ്മുടെ വഴിയരികിൽ ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ നമ്മളെ 10-ാം വയസ്സ്, 20-ാം വയസ്സ്, 30-ാം വയസ്സ്, 40-ാം വയസ്സ്, 50-ാം വയസ്സ്, അങ്ങനത്തെ ഏതൊക്കെ വയസ്സിൽ ഓരോ പോകുമ്പോഴും നമ്മൾ മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടും എത്താൻ നമ്മളൊരു തിടുക്കവും കാണിക്കുന്നില്ല. ആ മനോഹരമായ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തോന്നുന്നൊരു പ്രായം എത്രയാണ് ഒന്ന് ശ്രദ്ധിക്കാം. ഏത് കാലഘട്ടത്തിലൂടെ നമ്മൾ പോയാലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് തോന്നുന്ന പ്രായം എത്രയാണ്? നമ്മുടെ കലണ്ടർ പ്രായമല്ല, നമ്മുടെ ജൈവ പ്രായം, ബയോളജിക്കൽ ഏജ്, അതെത്രയാണ് എന്നുള്ളത് നിശ്ചയിക്കാം. നമ്മുടെ മനസ്സ് ഏറ്റവും ശക്തമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ശരീരം ഏറ്റവും ഊർജ്ജസ്വലമായിരുന്നു. നമ്മുടെ ചിരികൾ ഏറ്റവും ആത്മാർത്ഥമായിരുന്ന ഒരു പ്രായത്തിൽ നമ്മൾ എത്തിച്ചേരുക. നമ്മൾ ഏറ്റവും ഊർജ്ജസ്വലരായി, ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ നിന്ന ആ ഒരു പ്രായത്തിൽ നമ്മൾ എത്തിച്ചേരുക. അതാണ് നമ്മുടെ ആദർശമായ ശാന്തമായ പ്രായം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ ഒരു അനുഭവം നമ്മൾ ശരീരം മുഴുവനും നമ്മുടെ മനസ്സിലൊക്കെ ഉൾക്കൊള്ളുക. ആ പ്രായത്തിൽ, എന്നും നിലനിൽക്കുന്ന ഈ പ്രായത്തിൽ നമ്മളെ ഒരു നിമിഷം ഒന്ന് ദൃശ്യവൽക്കരിച്ച് കാണുക. നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതൊന്ന് സങ്കല്പിക്കാം. നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം, നമ്മുടെ ശരീരത്തിൻ്റെ പേശികളുടെ ബലം, നമ്മളെ നട്ടെല്ലിൻ്റെ നിവർന്ന നിൽപ്പ്, ആ പ്രായത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഊർജം മുമ്പത്തേക്കാൾ കൂടുതലാണ്. ഈ ഊർജം വരുന്നത് മരുന്നുകളിൽ നിന്നോ അല്ലെങ്കിൽ ടോണിക്കിൽ നിന്നോ ഒന്നുമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്നതാണ്. നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ, നമ്മുടെ ശാന്തമായ ഉറക്കത്തിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഒരു ശുദ്ധ ഊർജം പ്രവഹിക്കുകയാണ്. ആ ഒരു ഊർജം, ഈ ഓക്സിജൻ്റെ ഈ ഊർജം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തെയും പുനരുജ്ജീവിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം തീവ്രമായ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ നിന്ന്, ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം വിമുക്തരായിട്ട് ഏറ്റവും ആരോഗ്യപരമായൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മുടെ ഉള്ളിലെ യൗവനത്തിൻ്റെ ഹോർമോണുകൾ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നിലകൊള്ളുറപ്പിക്കുന്ന ഈ ഒരു പ്രായത്തിൽ നമുക്ക് സമ്മർദ്ദങ്ങളില്ല, ഭാരങ്ങളില്ല, എല്ലാം എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രായം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനമാണ്. അത് നമ്മുടെ ഇന്നത്തെ പ്രതിജ്ഞയാണ്.
ഈ ആദർശമായ ഈ ഒരു പ്രായത്തിൻ്റെ ഊർജവും ശാന്തതയും നമ്മുടെ ഉള്ളിൽ ഒന്നായിട്ട് ഉറപ്പിക്കുക. ആ അനുഭവം നമ്മൾ അനുഭവിക്കുന്ന, ഇപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്തപ്പം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത നമ്മുടെ ഊർജ്ജസ്വലമായിട്ടുള്ള ആ ഒരു അവസ്ഥ അത് നമ്മുടെ മനസ്സിൽ ഒരു ഇൻസ്റ്റാൾ ചെയ്യാം. ആ പ്രായത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ച എന്നും നിലനിൽക്കുന്ന ഈ യൗവനത്തിൻ്റെ പ്രായത്തിലേക്ക് എത്താൻ നമ്മെ പ്രേരിപ്പിച്ച ശീലങ്ങൾ എന്താണ് ഒന്ന് ഓർത്തെടുക്കുക. നേരത്തെ ഉറങ്ങുന്നത്, ചായയിൽ പഞ്ചസാര ഒഴിവാക്കുന്നത്, ദിവസം നടക്കുന്നത്, നമ്മൾ എന്നു മുതൽ എടുക്കുന്ന ഓരോ തീരുമാനവും ചിലപ്പോൾ ഇന്നായിരിക്കും നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രായത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. സ്ഥലത്ത് സാവധാനം നമ്മുടെ കൈവിരലുകൾ, കാൽവിരലുകളൊക്കെ ഒന്ന് ചലിപ്പിക്കുക. ആ ഊർജം നമ്മുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് പതിയെ ഒന്ന് കണ്ണുകൾ തുറക്കുക. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ല, അത് നമ്മുടെ തീരുമാനമാണ്. സാവധാനം കണ്ണ് തുറക്കുക. നമുക്ക് എല്ലാവരും വളരെ എനർജി നിൽക്കല്ലേ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് നല്ല ഒരു ഏറ്റവും ആദ്യമായിട്ടൊരു ക്ലാപ്പിംഗ് ലാഫ്റ്റർ യോഗ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലാപ്പിംഗ് ലാഫ്റ്റർ യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ 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 ഹോ 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 ഹാ ഹോ 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 ഹാ ഹാ ഹോ ഹോ. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു സമൂഹമാണ്, നമുക്കെല്ലാം ഐക്യം വേണം, എപ്പോഴും യൂണിറ്റി വേണം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ആൾക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ക്ലാപ്പിംഗ് യോഗ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇതാ മാഷരി ഇതാ അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ അല്ല അങ്ങനെയല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ കൈ ഇങ്ങോട്ട് വെച്ചോളി. ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതാ അടുത്ത ആൾക്കിതാ ഹാ 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 ഹോ ഹോ. ചിരിക്കുകയും വേണേ. ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ. ഓക്കെ, ഇനി ലാഫ്റ്റർ യോഗ വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മളപ്പം നമുക്ക് 2 തരം പ്രായമുണ്ട്. അപ്പം എൻ്റെ വണ്ടി കേടായി. അപ്പം വണ്ടിക്ക് ഒരു നമ്പർ ഉണ്ട്, പക്ഷെ ആ വണ്ടി ചിലപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ എടുക്ക് കേടായി വരും അല്ലേ. അപ്പോൾ ഈ വണ്ടീൻ്റെ കേടാവുന്നതാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രായം. അല്ലാണ്ട് അത് ഇത്ര ദിവസമായി എന്നുള്ളതല്ല. നല്ല സർവീസൊക്കെ ചെയ്ത് അടിപൊളിയായി കൊണ്ടുവന്നൊരു വണ്ടിയാണെങ്കിൽ, ചിലപ്പം ഒരു സർവീസും ചെയ്യാത്തൊരു വണ്ടിയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും ഹെൽത്ത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളുടെ സമയത്തുള്ള 2 തരം പ്രായമാണുള്ളത്. ഒന്ന് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയാം, അത് നമ്മൾ ജനിച്ച ദിവസം തൊട്ട് നമ്മൾ ഇട്ട് തന്നൊരു പ്രായമാണ്. രണ്ടാമത്തേത് ബയോളജിക്കൽ ഏജാണ്. അത് പലർക്കും വ്യത്യാസമായിരിക്കും. ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം. ഒരു പേര് പപ്പൻ എന്നായിരുന്നു. പപ്പൻ ഒരു ദിവസം അന്ന് അവൻ്റെ ക്രോണോളജിക്കൽ ഏജ് ഏതാണ്ട് 26ആണ്. പക്ഷെ അവനൊരു മാസമായിട്ട് ജോലിക്കൊന്നും പോയില്ല. എന്നും പെപ്സിയും 7-അപ്പും ജങ്ക് ഫുഡ്സൊക്കെ കഴിച്ച് വല്ലാണ്ട് അധ്വാനമൊന്നും ഇല്ലാതെ വന്ന് നോക്കിയപ്പം അവൻ്റെ കൊളസ്ട്രോൾ നോക്കിയപ്പം വളരെ ഹൈ ആണ്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, നല്ല തടിയുണ്ട്. അന്ന് 28 വയസ്സുള്ള അവൻ്റെ ഈ ഒരു ബയോളജിക്കൽ ഏജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 76 വയസ്സ്. അവൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ ഗൾഫിൽ ഒരു ദിവസം പോകാൻ പോയപ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നു. ആ പയ്യന് മെഡിക്കൽ പോയപ്പോൾ, ഇപ്പം ഈ സാധനങ്ങളൊക്കെ നോക്കാറുണ്ട് മെഡിക്കലിൽ പോകുമ്പോൾ. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നോക്കില്ലായിരുന്നു. ഇവന് മെഡിക്കലിന് റിജക്റ്റായി. നോക്കിയപ്പം പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അമിത വണ്ണമുണ്ട്. ഇവന് ജോലി കിട്ടണമെങ്കിൽ ഇത് കുറച്ചേ പറ്റുള്ളൂ. അവന് മുമ്പിൽ വലിയൊരു എന്താ പറയുക, അവൻ്റെ ജോലി കിട്ടുക എന്നുള്ളത് ഒരു തോക്ക് തൂണ്ടി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഭീഷണിയായി നിന്നപ്പം ഇത് കുറക്കല്ലാതെ രക്ഷയല്ലല്ലോ. അപ്പോൾ അവനോട് കുറേ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലികളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൻ ഭക്ഷണമൊക്കെ ഒഴിവാക്കി. 3 ആഴ്ച കൊണ്ട് അവൻ്റെ എല്ലാം നോർമലായി. ഇതാണ് നമ്മളെ ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ എനിക്ക് സമയത്തോളം എപ്പോഴും വളരെ ഹാപ്പി ആയി നിൽക്കുന്നവരാണ്. നിങ്ങൾ ചിലപ്പം ക്രോണോളജിക്കൽ ഏജ് ചിലപ്പോൾ 65, 75, 80, 90 ആയിരിക്കും. പക്ഷെ നമ്മളെന്നും ഹാപ്പി ആയിട്ടും ഇങ്ങനെ കൂട്ടം കൂടിയും സംഘം ചേർന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചിരിച്ചും കളിച്ചും നടക്കുകയാണ്. വല്ലാണ്ട് ജങ്ക് ഫുഡുകളൊന്നും കഴിക്കുന്നില്ല. ഈ പ്രായം ചിലപ്പോൾ 40, 45 ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ ക്രോണോളജിക്കൽ ഏജ് ബാലകൃഷ്ണ മാഷ ഉണ്ടല്ലോ, മാറ്റാൻ നമുക്ക് പറ്റൂല. പക്ഷേ ഈ ബയോളജിക്കൽ ഏജ് നമ്മൾ തീരുമാനം കൊണ്ട് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ വേണമെങ്കിൽ
നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊളസ്ട്രോളൊക്കെ നോക്കിയാലുണ്ടോ അറിയുന്നവരുള്ള ഒരാളുടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഹെൽത്ത് വെയ്റ്റ്. എല്ലായിടത്തും നോക്കാൻ സമയം ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ നമുക്കല്ല ശരിയായൊരു പ്രായമേ ആരുതാ നോക്കേണ്ടത്? എന്നാ വരി മാഷത് നോക്കാം നമുക്ക്. മാഷ എപ്പോഴത്തെ ഈ നമ്പർ പ്ലേറ്റുള്ള പ്രായം എത്ര? അതാ വരി മാഷ്. ഏതായാലും നമ്മളെ മാഷ നമ്മളെ മുമ്പിൽ നമ്മളെ പഠിപ്പിച്ച മാഷാണ് ബാലകൃഷ്ണൻ മാഷ് കേട്ടോ. വരി മാഷ നമ്പർ പ്ലേറ്റുള്ള വയസ്സ് എത്രയാണ്? നമ്പർ പ്ലേറ്റിൽ അല്ല ഇപ്പോഴത്തെ നിങ്ങളെ ജനിച്ച വയസ്സ് എത്ര? 78. അപ്പോൾ മാഷ മെയിൽ എഴുതി വയസ്സ് എഴുതി. നിങ്ങളെ ഹൈറ്റ് എത്രയും മാഷ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ച് അല്ലേ? അറിയാം 5 അടി 9 ഇഞ്ച് ഇതാണ്. ഓക്കെ കാവും മതിയാവും കിട്ടും അത്. പിന്നെ നിങ്ങളെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് കുറവാണ്, 58 അല്ലേ? kg 58. നമ്മൾ മാഷ ബയോളജിക്കൽ ഏജ് നോക്കുക കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ചുറ്റളവ് എത്ര ഉണ്ടായിരുന്നു? അരക്കെട്ട് പോലെ പറയാൻ പറയല്ലോ. ഓക്കെ അത് സുമാറ് നോക്കാം. അല്ല ഒരു 40 ഇടാം നമുക്ക് ഏതായാലും. ഓക്കെ. ബ്ലഡ് പ്രഷർ എത്രയായിരുന്നു നിങ്ങളെ? പ്രഷർ 80 ആ ഓക്കെ നോർമല്. അപ്പം നിങ്ങളെ ഷുഗർ എത്ര എന്ന് പറഞ്ഞത്? ഷുഗർ പിന്നെ ഭക്ഷണം കഴിക്കാത്ത 85 അല്ലേ? ഓക്കെ ഓക്കെ നമുക്കിവിടെ ഇതാണ്. അപ്പോൾ നമ്മൾ മാഷ ബയോളജിക്കൽ ഏജ് നോക്കുക കേട്ടോ. MG ഡെസിലിറ്റർ. നിങ്ങൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എത്ര കഴിക്കും? ദിവസം 2 ദിവസം അല്ല ആഴ്ചയിൽ അല്ല അത് ആരോഗ്യമല്ല. ആഴ്ചയിൽ 2 ദിവസം അല്ല 2 to 4 പ്രാവശ്യം ആഴ്ചയിൽ ഉണ്ടല്ലേ? അപ്പോൾ ഒരു 2 to 4 ദിവസം. ഓക്കെ എന്നാൽ 2 to 4 എഴുതി. നിങ്ങളെപ്പോഴും സ്നാക്സ് ഒക്കെ എപ്പോഴാണ് കഴിക്കുക? അങ്ങനത്തെ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും കഴിക്കും? 1 സൈഡ് അല്ലേ? അത് നല്ല സ്നാക്കാണ്. ഓക്കെ 1 സൈഡ്. ഹൗ മെനി സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കും? ഒറ്റ പ്രാവശ്യം. അപ്പോൾ പിന്നെ മുഴുധാന്യങ്ങൾ ഉണ്ടല്ലോ, മുട്ടരി അങ്ങനത്തെ ചോറ് മാത്രമേ കഴിക്കുള്ളൂ. വെള്ളരി കഴിക്കും. അങ്ങനല്ലേ? അപ്പോൾ 1, 2 അല്ലേ? ഹൗ മെനി സെർവിങ്സ് ഓഫ് നട്ട്സും സീഡ്സും നിങ്ങൾ എത്ര ആഴ്ച കഴിക്കും? ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കഴിക്കും? എന്നും കഴിക്കും അല്ലേ? എന്നും കഴിക്കും. ഓക്കെ. ഹൗ ഓഫൺ ഡു യു ഈറ്റ് റെഡ് മീറ്റ്? എത്ര കഴിക്കും നിങ്ങൾ? കഴിക്കല്ല. ഓക്കെ. ഓപ്പൺ ടു യു 20 to 30 മിനിറ്റ് വരെ വ്യായാമം നിങ്ങൾ ചെയ്യൽ എല്ലാ ദിവസവും ചെയ്യും? 5 ദിവസത്തിലേറെ ദിവസം വ്യായാമം ചെയ്യും, നടക്കും. ഓക്കെ 5 ദിവസത്തിലേറെ ചെയ്യും അല്ലേ? ഓക്കെ. നിങ്ങളെ മോഡറേറ്റ്ലി ഓവർ വെയിറ്റ് ഹൈ ഹെൽത്തി വെയിറ്റ് ആണ് നിങ്ങളത്. ഓപ്പൺ ടു യു ഈറ്റ് 78. ഉറക്കം നിങ്ങൾക്ക് എങ്ങനെ? 7-8 6 മണിക്കൂറേ ഉള്ളൂ. അതിലാണ് നിങ്ങൾക്കൊരു ഫോൾട്ട് ഉള്ളത്. അറിയാം, അതിലേ ഉള്ളൂ നിങ്ങൾക്ക്. വെയിറ്റ് ഈസ് വാട്ട് ഈസ് യുവർ ഹിസ്റ്ററി വിത്ത് ടൊബാക്കോ? ഇല്ല അല്ലേ? ഇല്ലല്ലോ, ആദ്യമല്ല. ഹൗ മെനി സെർവിങ്സ് ഓഫ് ആൽക്കഹോൾ? ഇല്ല. ഓക്കെ. ഹൗ വുഡ് യു ഈറ്റ് റേറ്റ് യുവർ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ്? ഒരു ആത്മീയപരമായിട്ടൊക്കെ ഡീപ്ലി സ്പിരിച്വലും ഒക്കെ. ഓക്കെ. നിങ്ങളെ റിപ്പോർട്ട് കിട്ടിയത്? നിങ്ങളെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം നിങ്ങളെ നമ്പർ പ്ലേറ്റ് മാഷത് 78 നമ്മൾ പറഞ്ഞത് അല്ലേ? പക്ഷെ ആരോഗ്യപരമായിട്ട് മാഷത് 73.6. 5 വയസ്സ് കുറവാണ്. ഒരു ക്ലാപ്പ് പിടിക്കുക. അപ്പൊ ഇനി ഉറക്കോടിയെ കുറച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കത് 60ലേക്ക് കൊണ്ടുവരാം. അതല്ല, ഉറക്കവും കൂടി ഒന്ന് മാറ്റുക, ഇതിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60ലേക്ക് കൊണ്ടുവരാം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചില്ല ഇവിടെയുള്ള സമയത്ത്. ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു നിങ്ങൾ നടക്കൊക്കെ പറഞ്ഞു. നടക്കലുണ്ട്, അതൊന്നുമല്ല, കൈ വീശി നടക്കണമെന്ന്. അപ്പൊ കൈ വീശി നടക്കണം. അതന്നെ ഒക്കെ ഒരു ക്ലാപ്പ് പിടിക്കുക. അതിന്റെ മാറ്റമുണ്ട്. 6 വയസ്സാണ് ബയോളജിക്കൽ ഏജ്. ഇതിലെ നമ്പർ പ്ലേറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടിയത് ലാഭം അല്ല. ഇനിയും കുറയും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും കുറക്കാം. ഒക്കെ ഒരു ക്ലാപ്പ് പിടിക്കും മാഷേക്ക്.
അതിന് അടുത്തതിന് എന്തൊക്കെയുള്ള ചോദിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ വെൽത്ത് പല കാൽക്കുലേഷനും ഉണ്ട്. നമുക്ക് എല്ലാത്തോടും സമയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നോക്കാം. നമ്മളിൽ വാർദ്ധക്യം ഉണ്ടാക്കുന്ന വലിയൊരു അപകടം പറഞ്ഞൊരു വസ്തുണ്ട്. അപ്പോൾ നമ്മളെ വീടിന് തീ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ മൊത്തം തീ ആളിക്കത്തല്ലോ. നമ്മളെ വാർദ്ധക്യം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടകര വസ്തുവിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഇപ്പോൾ ഏതൊരു ഡോക്ടറെ അടുത്ത് പോയാലും പറയല്ലോ നീർവീക്കാണ്. പണ്ടൊക്കെ ഡോക്ടർമാർ ചുമ്മാ പറയലായിരുന്നത്. പക്ഷെ പിന്നെ ആ പറഞ്ഞത് ചുമ്മാ അല്ല, അതെന്നാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നീർവീക്കുണ്ടാവും. അത് പല കാരണം കൊണ്ടും ഉണ്ടാക്കും എന്നുള്ളത്. ഈ ഒരു സാധനമാണ് നമ്മളെ പെട്ടെന്ന് വാർദ്ധക്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു വീടിനടി തീ കത്തിയാൽ അത് തീ ആളി കത്തുന്നത് പോലെയാണ്. ഇപ്പോൾ സന്ധിവേദന വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നീർവീക്കുണ്ട് എന്നാണ്. എന്തിനും ഇപ്പോൾ നമ്മൾ CRP എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് ആർക്ക് ഓർമ്മ ഉണ്ടോ? CRP എന്ന് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഒരു ടെസ്റ്റ് ചെയ്ത് തരും. ESR, CRP ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നീർവീക്ക് എത്ര ഉണ്ട് എന്ന് അറിയുന്ന ടെസ്റ്റുകളാണ്. ചില ആൾക്കാർക്ക് ചില ജങ്ക് ഫുഡ് തന്നെ കഴിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടി നിൽക്കുന്നത് കാണാം. കാരണം അവർ കഴിച്ച ഭക്ഷണം അവർ നീർവീക്ക് ഉണ്ടാക്കിയെന്ന് അർത്ഥം. ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ അണുബാധയോ വൈറസ് അണുബാധയോ ഒക്കെ ഉണ്ടായാലും ഈ CRP കൂടും. അതിൻ്റെ അർത്ഥം എന്താ? അതും നീർവീക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രോഗം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ നമ്മളെ ഭക്ഷണവും നമ്മൾ വ്യായാമമില്ലാത്തതൊക്കെ ഉണ്ടാക്കും. ആർക്കായി നോക്കിയിരുന്നോ നിങ്ങൾക്ക്? നമ്മൾ എപ്പോഴും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? പുട്ട്, പഞ്ചസാര. പുട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര. റാഗി പുട്ടല്ലല്ലോ. വായിച്ച് എന്തെങ്കിലും കഴിച്ച്? വെള്ളപ്പം. അതിൽ പ്രൊബയോട്ടിക് ഉണ്ട്. നിങ്ങളെന്തെങ്കിലും കഴിച്ച്? നേന്ത്രപ്പഴം മുങ്ങിയത്. ഓക്കെ. പഞ്ചസാരയും ചായയും പഞ്ചസാര ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ആരോഗ്യം നോക്കുന്നവർ തന്നെയാണല്ലേ? അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അത് വെറും ഷുഗറല്ല, അതൊരു ഹോർമോണിൻ്റെ പ്രശ്നം കൂടിയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഷുഗർ, ഇൻസുലിൻ കൂട്ടും, നമുക്കറിയാമല്ലോ. അത് നമ്മൾ പ്രായം വർദ്ധിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് കൊഴുപ്പ് കൂട്ടും. അതിലൂടെ എന്താക്കും? നമ്മൾക്ക് വാർദ്ധക്യവും വരും. അപ്പോൾ എന്താക്കണം? നമ്മൾ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു നേരം കുറേ കഴിക്കുക എന്നതിനേക്കാളും നമ്മൾ പല തവണ കഴിക്കുന്നത് കുറക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലൊന്ന് ഷുഗർ അടങ്ങിയത് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഷുഗർ ഇല്ലാത്ത ചായ കുടിക്കും, അതിൻ്റെ കൂടെ ഷുഗറുള്ള ബിസ്ക്കറ്റ് കഴിക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെള്ളരീൻ്റെ ചോറ് ഒരു നേരം കഴിക്കുകയാണെങ്കിൽ 3 നേരം കഴിക്കുമ്പോഴേക്ക് ഇത് ഷുഗർ കൂട്ടുക ചെയ്യാം. കാരണം ഈ ഷുഗർ അടങ്ങിയ ഭക്ഷണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താക്കും? ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. ഇതിൽ ഷുഗർ കൂട്ടാൻ എടുക്കുന്ന ഇതിൻ്റെ ഒരു കഴിവാണത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ എന്താക്കും? ഒരുപാട് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇൻസുലിൻ്റെ അളവ് കൂട്ടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദിവസം ഒരു 3 തവണയിലധികം പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുള്ളൊന്ന് കൈവക്കി. എല്ലാവരും ബിസ്ക്കറ്റ് ആണെങ്കിൽ എന്താണെങ്കിലും. അപ്പോൾ അഥവാ നിങ്ങൾ ഒരു നേരം പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി. പിന്നെ വൈകുന്നേരം പഞ്ചസാര ഇടാതെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ പല തവണ എത്തുമ്പോഴും രക്തത്തിൽ ഇങ്ങനെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കും ഓരോ തവണ കഴിക്കുമ്പോഴും. അതിൻ്റെ ആ തവണകൾ കുറക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യം കൂട്ടിയെടുക്കാം. പിന്നെ നമ്മൾ വളരെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് മാനസിക സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ. വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാർഡിയോളജി ജേണലിൽ വന്ന ഒരു റിസർച്ച് റിപ്പോർട്ടുണ്ട്. 16 ആഴ്ചകൾ നീണ്ട ഒരു പഠനമാണ്. അപ്പോൾ അറ്റാക്ക് ഉണ്ടായ ഒരു 400 ആളെ തിരഞ്ഞെടുത്തു. 400 ആൾക്കാരെ തിരഞ്ഞെടുത്തു. അതിൽ 200 ആൾക്കാരെ ഒരു ഗ്രൂപ്പായി തിരിച്ചു, 200 ആൾക്കാരെ വേറെ ഗ്രൂപ്പായി തിരിച്ചു. ഇവർ കൊടുത്ത ടാസ്ക് എന്താണെന്നറിയോ? ഒരു 200 ആയ ആൾക്കാർക്ക് ന്യൂസുകൾ കാണാൻ 30 മിനിറ്റ് ഡെയിലി ന്യൂസ് കാണിപ്പിച്ചു. ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ന്യൂസ് കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. വേറൊരു 200 ആൾക്കാരെടുത്തിട്ട് അവരെ കൊണ്ട് ഫുള്ള് തമാശ വീഡിയോകൾ, ഫുള്ള് ചിരിപ്പിക്കുന്ന വീഡിയോകളും കാണിപ്പിച്ചു. എന്നിട്ട് 16 ആഴ്ച കഴിഞ്ഞപ്പം ഈ 2 കൂട്ടരെയും ബ്ലഡിൽ നമുക്കറിയാം പല മാർക്കറുകളും ഉണ്ടല്ലോ, ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട് ബ്ലഡിൽ. ഇതാണ് നമുക്ക് അറ്റാക്ക് ഉണ്ടാവുമോ, നമ്മുടെ ശരീരം എത്രമാത്രം അപകടകരമാണ്, നമുക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തുന്നു. ഈ മാർക്കർ നോക്കിയപ്പം ഈ ചിരിച്ച ആൾക്കാർക്ക് ഇത് ഗണ്യമായിട്ട് കുറയോ അല്ലെങ്കിൽ മാറാത്തൊരു സ്ഥിതിയിലോ നിന്നു. പക്ഷേ ഈ ന്യൂസ് കണ്ടു നിന്ന ആൾക്കാർക്ക് എന്താ ഉണ്ടായത്? എല്ലാവർക്കും ഇത് ഹൈ ആയിട്ട് ബൂസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വെറും 1/2 മണിക്കൂർ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ന്യൂസ് കിട്ടിയ
ഒരു ഫലമാണ്. അപ്പോൾ സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇതൊരു ന്യൂസല്ലേ കാണുന്നത്. ഞാൻ രാവിലെ പത്രം വായിക്കാറില്ല, പത്രം ഞാൻ വായിക്കാറില്ല രാവിലെ. അപ്പോൾ പത്രം തന്നെ വളരെ അപൂർവം സമ്മറിയേ നോക്കാറുള്ളൂ. കാരണം രാവിലെ പത്രം വായിക്കുക, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റും നമ്മളിൽ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി തരും. സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമല്ല, അതൊരു ശാരീരിക പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു വേദന സംഹാരി കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഇന്ന കെമിക്കൽ പ്രോസസ്സ് അവിടെ നടക്കും. നമ്മൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര അപകടമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും നമ്മളിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഒരിക്കലും ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെയും നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഇത്തരം സ്റ്റിമുലസുകൾ പലർക്കും പലതായിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ ഡിറ്റാച്ച് ആക്കി നിൽക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പോൾ രാവിലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യലെന്ന് അറിയോ? ഞാൻ രാവിലെ ചെയ്യുന്ന റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പല്ല് തേക്കുമ്പം തന്നെ വ്യായാമം ചെയ്താൽ തുടങ്ങാം. ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ വാൾ സ്ക്വാട്ട് പൊസിഷനിൽ ഇരുന്നിട്ട് പല്ല് തേക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പല്ല് തേക്കും. അതിൻ്റെ കൂടെ ഇതിൽ വെച്ചിട്ട് ഒരു ഓഡിയോ, ഞാൻ കുറേ കോഴ്സുകൾ ചെയ്യാറുണ്ട്, ആ കോഴ്സിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ രാവിലത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 മിനിറ്റ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല എനർജി സമയമാണ്. എന്ത് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യാതാ? അവിടെ ഒന്ന് ഇരുന്ന് നോക്കണോ? ഇത് നല്ലൊരു എക്സസൈസാണ്. BP ഉള്ളവരാരാ ഉള്ളത്? ബ്ലഡ് പ്രഷർ ഉള്ളവരാരാ? ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ഇന്ന് തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല എക്സസൈസാണിത്. ചുമരിനോട് ചാരി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 10 സെക്കൻഡാണെങ്കിൽ 10 സെക്കൻഡ് എനിക്കിരിക്കണോ? അതെ, അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് വാൾ സ്ക്വാറ്റ് എന്നാണ് പറയാം. അപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്ക് പ്രഷർ ഉണ്ടായിട്ടല്ല, പക്ഷെ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രാവിലെ തന്നെ ഒരു എക്സസൈസ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ദൂടിയാണത്. പല്ല് തേക്കാൻ എന്തായാലും സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയോട് അത് ചേർത്ത് വെച്ചാൽ മതി. അതേക്കുറിച്ച് പറയും. അപ്പോൾ നമ്മൾ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. കോർട്ടിസോൾ വളരെ ഡേഞ്ചറാണ്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ അവിടെ ആ മരണ വീട്ടിൽ ടെൻഷൻ അടിക്കുന്ന ഒരാൾക്ക് 1000 ഇരട്ടിയോളം അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതെന്താ കാരണം? കോർട്ടിസോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാണ്. മനസ്സിലായില്ലേ? കോർട്ടിസോൾ വന്നാൽ ഉറക്കം കുറയും. ഇത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിനെ ശേഖരിക്കും. പിന്നെ അൾഷിമേഴ്സ് പോലത്തെ മറവി രോഗങ്ങളും ഉണ്ടാക്കിത്തരും. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സ്റ്റിമുലസിനും നമ്മളിപ്പോൾ ഓടിയായിട്ട് അതിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച്ഡായി നിന്നില്ലെങ്കിൽ നമ്മൾക്ക് തലേക്ക് വരുന്ന ഇൻഫർമേഷൻ ആയിരിക്കും, ഈ സന്ദേശങ്ങളായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതൊക്കെ അറിയൽ ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം ഇവിടെ എന്തൊക്കെ നടന്നതെന്നുള്ളത് നിങ്ങളോട് ചോദിച്ചാലും എനിക്ക് ചോദിച്ചാലും ഒന്നേ പറയാനുണ്ടാവും. കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പത്രം വായിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ 24 മണിക്കൂറും നോൺ സ്റ്റോപ്പ് ന്യൂസും കണ്ടിട്ടുണ്ടാവും. ഇൻഫർമേഷൻ നമുക്ക് ഒന്നേ എത്തുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനലുകളാണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യും? പണ്ട് നമ്മൾ നോവലൊക്കെ വായിച്ചാൽ അത് വായിച്ച് തീർക്കുന്നതിനുള്ള ആങ്സൈറ്റി നിലനിർത്തുന്ന രീതിയിലായി. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രശ്നമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ പേര് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇതിനെ നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് നമുക്ക് സ്വസ്ഥത നൽകുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നതിനേക്കാളും ഇപ്പോൾ 4 സെക്കൻഡ് നമ്മൾ ഉള്ളോട്ട് എടുക്കാം. അതിൻ്റെ ഇരട്ടി ദൈർഘ്യത്തിൽ 4 സെക്കൻഡ് ആണെങ്കിൽ 8 സെക്കൻഡ് പുറത്തോട്ട് വിടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കയ്യിൽ ഒരു റെഡ് ബലൂണ്, ഒരു ചുവന്ന ബലൂൺ ഉള്ളതായിട്ട് അനുമാനിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ശ്വാസം ഒന്ന് ഉള്ളോട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ ബലൂണിലേക്ക് ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളൊക്കെ ഉള്ളോട്ട് വരുന്നതായി കാണുന്നു. എന്നിട്ട് ഈ ബലൂണിലോട്ട് നമ്മളിത് ഫില്ല് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 4 സെക്കൻഡ് ഉള്ളോട്ട് എടുക്കുക, 8 സെക്കൻഡ് പുറത്തോട്ട് വിടുക കേട്ടോ. നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്കില്ലേ, ഒന്ന് കണ്ണടക്കി. 1 2 3 ബ്രീത്ത് ഇൻ. നമ്മുടെ ഉള്ളിലെ എല്ലാ ടെൻഷനുകളും നമ്മൾ ഉള്ളോട്ട് എടുക്കുന്നു. പിന്നെ 8 സെക്കൻഡ് നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുന്നു. വായോണ്ട് ബലൂൺ നിറച്ചിട്ടുണ്ട്. ആ ടെൻഷൻ മുഴുവനും നമ്മൾ ഈ റെഡ് ബലൂണിലോട്ട് നമ്മൾ നിറക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നു. 4 ഇരട്ടി. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഈ ബലൂണിലോട്ട് നിറക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം ഈ ബലൂണ് നമ്മൾ എടുത്തിട്ട് ആകാശത്തോട്ട് പാറി പോകുന്നതായിട്ട്.
ഓക്കെ. കാരണം നമ്മുടെ തലച്ചോറിൽ നിന്ന് പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളെ ജീവിതത്തിൽ ഒരു റിയൽ സാഹചര്യം വേണമെന്നൊന്നുമില്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചാലും, നിങ്ങളിപ്പോൾ ചെറുപ്പമാണെന്നായിട്ട് വിചാരിച്ചാൽ ആ ചെറുപ്പം തന്നെയാണ് നമ്മുടെ തലച്ചോറ് ചിന്തിക്കുക. നമ്മുടെ തലച്ചോറ് നമ്മൾ വാച്ചിലോട്ട് നോക്കി നിൽക്കുമെന്നല്ല. ഇപ്പോൾ ഒരു മരിച്ച ഒരാൾ നമ്മൾ ജീവനോടുണ്ട് എന്ന് വിചാരിച്ചാലും തലച്ചോറ് വിചാരിക്കുക ജീവനോടുണ്ട് എന്നല്ല. നമ്മൾ ഇമാജിൻ ഭാവനയിൽ കണ്ടാലും നമ്മൾ റിയലായിട്ട് കണ്ടാലും തലച്ചോറിന് ഒക്കെ സെയിമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം വിഷ്വലൈസ് ചെയ്താലൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ലാഫ്റ്റർ യോഗ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഞാനിങ്ങനെ ഇതിങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരും. അപ്പം നമ്മൾ വളരെ വിഷാദമുള്ളൊരു പോസ്റ്റിൽ, വളരെ ദുഃഖിച്ചിരിക്കുന്നൊരു പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ആ കർട്ടൻ ഇങ്ങനെ താഴോട്ടായിട്ട് ഇങ്ങോട്ട് പൊക്കുമ്പോൾ ചിരിക്കുകയും വേണം. നോക്കതാ, അല്ല വല്ലാണ്ട് ഈ ലാഫ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ചെയ്യരുത്. അല്ല അത് ശ്രദ്ധിക്കാനുണ്ടോ, ചിലർക്ക് ലാഫ്റ്റർ യോഗ ചെയ്യാൻ പറ്റാത്ത. അല്ല ഒന്ന് നോക്കി വിഷാദ രൂപത്തേക്ക് വരണം കേട്ടോ. ഓക്കെ, കഴിയാൻ പറ്റുന്നതാണ് ചെയ്തത്. വിഷാദ രൂപത്തേക്ക് പോരുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പണ്ടൊക്കെ എല്ലാവർക്കും ഇത് ചെയ്ത ഒരു പൊട്ടംകളിയാന്ന് പറയായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് എല്ലാ ഫംഗ്ഷനിലും ലാഫ്റ്റർ യോഗ ചെയ്യാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പുറത്തുകൂടെ നടക്കുന്ന പോലെ കണ്ടാൽ കളിയാക്കായിരുന്നു. അതുപോലെ ഇനി അങ്ങോട്ട് അത് ലാഫ്റ്റർ യോഗ ചെയ്തപ്പോൾ ഇവിടെ റൈസപ്പിലിട്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം പരിചയമുണ്ട് അല്ലേ? നമ്മൾ ക്രീം തേച്ചാൽ വാർദ്ധക്യം മാറുമോ? ഇല്ല. പക്ഷെ വാർദ്ധക്യം മാറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ ശീലങ്ങളാണ് അല്ലേ? നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള മനോഭാവങ്ങൾ, ഇതൊക്കെ വാർദ്ധക്യം മാറ്റുന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റും നമ്മളെ പ്രായത്തിന് തിരിച്ചു കൊണ്ടുവരില്ല, പക്ഷെ നമ്മുടെ ശീലങ്ങൾക്ക് അതിന് പറ്റും എന്നുള്ളതാണ്. നമുക്കൊരു പ്ലഡ്ജ് എടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാർദ്ധക്യം നമ്മുടെ ഒരു ശത്രുവല്ല, അത് നമ്മുടെ അവഗണനയാണ്. നമുക്ക് ഉറക്കെ ഒരു പ്ലഡ്ജ് എടുക്കാമല്ലോ എല്ലാവരും. ഞാൻ എൻ്റെ ശരീരം സംരക്ഷിക്കും, ഞാൻ എൻ്റെ ശരീരം സംരക്ഷിക്കും, ഞാൻ എൻ്റെ ശരീരം സംരക്ഷിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും നമ്മൾ നാവിന് രുചി നൽകും. പക്ഷേ ഈ ഭക്ഷണം നമുക്ക് സുഖമാണോ, ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് സുഖമാണോ അസുഖമാണോ നൽകുക? പലപ്പോഴും നാവിന് രുചി നൽകുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് അസുഖമായിരിക്കും നൽകുക. നമ്മൾ വിചാരിക്കും വെറും അറേബ്യയിലെ മന്തിയും കുഴിമന്തിയും തന്നെയാണ് പ്രശ്നം. നമ്മൾ കഴിക്കുന്ന ചോറൊക്കെ ഗണത്തപ്പെടും. നമ്മളെപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉച്ചയ്ക്ക് നല്ല മീൽസേ ഞാൻ കഴിക്കാറുള്ളൂ, ഞാൻ മന്തിയൊന്നും കഴിക്കാറില്ല എന്ന് പറയും. അവിടെയുണ്ട് അപകടം. അത് കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചോറിൻ്റെ തോടാണ് കിട്ടേണ്ടത്. തോട്. പണ്ടൊക്കെ നമ്മൾ നെല്ലുത്തീരി ആയിരുന്നു കഴിക്കുക. ഇന്ന് നമ്മൾ നെല്ലുത്തീരി അല്ല കഴിക്കുന്നത്. നമ്മൾ ഈ തോട് കളഞ്ഞ അല്ലേ വെള്ളരിയല്ല കഴിക്കുന്നത്, വെളുത്ത അരിയാണ് കഴിക്കുന്നത്. ആരാണ് മട്ട അരി കഴിക്കുന്നത്? ഇതിൽ ഒരു ക്ലാപ്പ് പിടിക്കും, ഒരു ക്ലാപ്പ് പിടിക്കും, ഒരു ക്ലാപ്പ് പിടിക്കും. മാഷ മിക്കവാറും നമ്മുടെ പോകുമ്പോൾ ലാഫ്റ്റർ യോഗ ട്രെയിനർ ആവും തോന്നുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താവും, ഭക്ഷണം നമ്മളെ മരുന്നാണ്. നമ്മൾ വിചാരിക്കും ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കലോറിയാണ്. നമ്മൾ ഭക്ഷണത്തിലുള്ളൊരു പറയുന്ന കാര്യം കലോറിയാണ്, ഇത്ര കലോറിയാണെന്നല്ലോ. അത് മാത്രമല്ല, ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു സന്ദേശമാണ്, ഒരു ഇൻഫർമേഷനാണ്, ശരീരത്തിന് കൊടുക്കുന്നൊരു നിർദ്ദേശങ്ങളാണ്. അപ്പം നമ്മൾ പച്ചക്കറികളാണ് ഡെയിലി കഴിക്കുന്നത് നോക്കുക. നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കുകയാണ്. കക്കരിക്ക, ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ മുറിച്ചിട്ടാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എന്തായിരിക്കും, നമ്മളെ ഹോർമോണുകളൊക്കെ ശരിയാക്കി തരും. എല്ലാ ഹോർമോണുകളും, പലതരം ഹോർമോണുകൾ, തൈറോയ്ഡ് ഇതെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ പഞ്ചസാര അടങ്ങിയ സാധനമാണ് ഡെയിലി കഴിക്കുന്നെങ്കിലോ അത് നമ്മൾ ഹോർമോണുകൾ അവതാളത്തിലാക്കും. ഇൻസുലിനൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് കുഴപ്പത്തിലാക്കും. പക്ഷെ നമ്മൾ ഈ പച്ചക്കറികളെക്കാളും നമ്മൾ കഴിക്കുന്നത് ഈ പഞ്ചസാര അടങ്ങിയ സാധനങ്ങളാണെന്നുള്ളതാണ് വലിയൊരു ദുഃഖകരമായ സത്യം. ഇപ്പം നമ്മൾ എന്നും ചായയും ബിസ്ക്കറ്റും തന്നെ കഴിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് സന്ദേശമാണ് എത്തുക?
ഈ ഹോർമോണുകൾ അവതാളത്തിലാക്കാനുള്ളതാണ്. നമ്മളൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്ലേറ്റാണ്. മലപ്പുറം ജില്ലയിലൊക്കെ അവിടുത്തെ ഒരു കളക്ടർ ഒരു പുതിയ ഇത് കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട് ജില്ലയിൽ അതില്ലാന്ന് തോന്നുന്നത്. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ്. ഇതാ മാഷെ ഇതൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് എന്തൊക്കെയാണ്? ഈ പ്ലേറ്റിൽ ചോറാണോ കൂടുതൽ കാണുന്നത്, വെജിറ്റബിൾസ് ആണോ? ഇവിടെ കാണുന്നത് പച്ചക്കറികളാണ്. കൂടുതലായിട്ട് ഇതിൽ കാണുന്നത് പച്ചക്കറികളാണ്. ആ നമ്മുടെ ക്ലാസ്മേറ്റ് വന്നിട്ടുണ്ട്, സാജിദ. അത് കണ്ടോ, ഇവിടെ പ്ലേറ്റ് ഇത് കൂടുതലും കാണുന്നത് ഈ പച്ചക്കറികളാണ്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ധാന്യങ്ങളുള്ളത്. അതും നോക്കി നല്ല തോടുള്ള ധാന്യങ്ങളാണ്. അതാ ഇവിടെ കണ്ടോ, ഇതാണ് പ്രോട്ടീൻ. നമ്മളൊരു കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ്? താരം ഒന്ന് പറഞ്ഞൊരു ഈ പ്ലേറ്റിന് യോജിച്ച ഭക്ഷണ രീതി കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു നേരെങ്കിലും? എന്നാ അവർക്കൊന്ന് മൈക്കൊടിക്കുന്നത്, അവർ റെഡി ആയിട്ടുണ്ട്. സാജിദ നീ കഴിക്കുകയുള്ളൂ അങ്ങനെ ഹെൽത്തി പ്ലേറ്റ്? എന്താ മൈക്കൊടിക്കുന്നത്? അത് കഴി പറഞ്ഞോളൂ പറഞ്ഞു. ഓക്കെ. അപ്പോൾ കൂടുതലും പച്ചക്കറികൾ തന്നെയാണ് കഴിക്കുന്നത്. ഒരു ക്ലാപ്പ് പിടിക്കുക. ഇത് അപരിഷ്കൃതമല്ല, ഇതാണ് പരിഷ്കൃതം. ഇതാണ് പരിഷ്കൃതം. അതാണ് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചോറ് എന്ന് പറയുന്നത് ഒരു വിഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിച്ചാൽ വിഷമല്ല. ഇപ്പോൾ യൂറോപ്യൻസൊക്കെ ചോറ് കഴിക്കുന്നത് കണ്ടോ? ഗൾഫിൽ പോയി വന്ന ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ പോയി വന്നവരുണ്ട്. മാഷക്കൊക്കെ അറിയണ്ടോ? പുറത്തൊക്കെ ഈ യൂറോപ്യൻസ് ചോറ് കഴിക്കാൻ ഇത്തിരി ചോറാണ് കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ചോറോ, കുടുംബശ്രീൻ്റെ ഹോട്ടലിൽ ചോറ് ഫ്രീ ആയിട്ട് ആദ്യത്തെ കൊടുത്താൽ രണ്ടാമതും കഴിക്കുന്നവരാ. ആദ്യത്തെ തന്നെ നമുക്ക് അധികം മനസ്സിലായില്ല. നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവാണ് ഇവിടെ പ്രശ്നം. കുറച്ച് ചോറ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ പ്ലേറ്റ് എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയി നിൽക്കണം. എങ്ങനെയാണ് ബാലൻസ് ആവേണ്ടത്? ഒരു പ്ലേറ്റിൻ്റെ പകുതി, അതെല്ലാ നേരം എന്നല്ല, പച്ചക്കറികളായിരിക്കണം, ഫ്രൂട്ട്സോ പച്ചക്കറികളോ. ആ പ്ലേറ്റിൻ്റെ 1/4 പ്രോട്ടീനായിരിക്കും. ചിക്കന്, പയറ്, പരിപ്പ്, പിന്നെ ഈ മീൻ, ഇതെല്ലാം വരുന്നത് 4/1. പിന്നെ 4/1 വരുന്നിടത്താണ് നമുക്ക് ധാന്യങ്ങൾ വരിക. ചോറിൽ വെള്ളരി അതിൽ പെടുന്നില്ലെങ്കിലും തവിട് കളയാത്ത ചോറാണ് ഏറ്റവും നല്ല. മട്ടരി അല്ലെങ്കിൽ റാഗി, പിന്നെ ഓട്സ്, ഇതൊക്കെ ആയിട്ട്. മനസ്സിലായില്ലേ? ഈ ഒരു പ്ലേറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശപ്പ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. വിശപ്പ് ഇപ്പോൾ പൂനൂർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അവിടെ മന്തിൻ്റെ ഷോപ്പ് കണ്ടുമ്പോൾ വിശപ്പൊന്നും ഉണ്ടാവില്ല, വിശപ്പ് തോന്നിയെന്ന് വരും. ചിലപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഇന്നൊരു മീറ്റിങ്ങിന് പോയാൽ എന്തായാലും അവിടെ നിന്ന് കഴിക്കണം എന്ന് തോന്നും. അത് നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്നൊരു വിശപ്പാണ്. അത് റിയൽ വിശപ്പല്ല. ശരീരത്തിൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ കാണാം. നോമ്പിനൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഭയങ്കര വിശപ്പ് തോന്നും. പക്ഷെ അത് 20 മിനിറ്റ് കഴിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വിശപ്പ് അടങ്ങിയിട്ടുണ്ടാവും. നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് ആർക്കും വലിയ വിശപ്പ് ഉണ്ടാവാറില്ല. ആ ഉച്ചൻ്റെ രാവിലത്തെ സമയത്തുള്ള വിശപ്പ് തുറക്കാൻ നേരത്ത് ഉണ്ടാവില്ല. അതെന്താ കാരണം? നമുക്ക് ഈ സിഗ്നൽ ഡൗൺ ആയി. ഇനിയിപ്പോൾ നമുക്കൊരു വിശപ്പ് വരികയാണെങ്കിൽ തന്നെയും ഈ വിശപ്പ് വരുമ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വിശപ്പ് ക്ഷമിച്ചിട്ടുണ്ടാവും. പിന്നെ 20 മിനിറ്റ് വരെ പിടിച്ചു നിന്നാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വിശക്കുകയാണെങ്കിൽ അത് വിശപ്പുള്ളൂ. മനസ്സിലായി? പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണത്തിൽ അവഗണിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം എന്താണെന്ന് അറിയാം. നമ്മൾ വിചാരിക്കും ഈ പച്ചക്കറികളും കാർബോഹൈഡ്രേറ്റുമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം. അത് നമ്മുടെ എനർജിക്ക് വേണം, നാര് കിട്ടാനും വേണം. പക്ഷെ നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. പലപ്പോഴും ഒരുപാട് വെജിറ്റേറിയൻ ആൾക്കാർ വരാറുണ്ട്. അവർക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പ്രോട്ടീൻ തീരെ കിട്ടാതായി പോകുന്നു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. വെജിറ്റേറിയൻ ഭക്ഷണം ഉള്ള ഒരാൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നോൺ വെജിറ്റേറിയനേക്കാളും ആയുസ് കൂടാൻ വേണ്ടത്. പക്ഷെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു വയസ്സ് കുറവാണ് കാണുന്നത്. എന്നാൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വെജിറ്റേറിയൻസിന് 5-6 വയസ്സ് നോൺ വെജിനേക്കാളും കൂടുതലുമാണ്. അതെന്താ പ്രശ്നം? നമ്മൾ കഴിക്കുന്ന വെജിറ്റേറിയൻ ഒരു ശാസ്ത്രീയപരമായ ആയിട്ടല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന വെജിറ്റേറിയൻ, നമ്മൾ ഉദാഹരണം എന്താണ്, ഉച്ചക്ക് നല്ല സദ്യയും സാമ്പാറും കഴിച്ചാൽ വെജിറ്റേറിയൻ ആയി എന്നാണ്.
അതല്ല, അത് ഈ പച്ചക്കുള്ള പച്ചക്കറികളും പിന്നെ അതിൻ്റെ കൂടെ പ്രോട്ടീനും കിട്ടണം. പ്രോട്ടീൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? പെട്ടെന്ന് വയസ്സാവും. സാർക്കോപീനിയ എന്ന് പറയും, നമ്മുടെ മസിൽ കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരും. ഈ പ്രോട്ടീൻ കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ വയസ്സാക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനൊക്കെ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ നിന്നൊക്കെ പ്രോട്ടീൻ കിട്ടുക? മീനിലുണ്ട്, മുട്ടയിലുണ്ട്, പയറ്, പരിപ്പ്, ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാഷി പറഞ്ഞോണം, നമ്മൾ ബദാം, പിസ്ത, അത് നമ്മളെ ബാലകൃഷ്ണ മാഷ് ഇട്ടിട്ടാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിപ്പിച്ചതാണ് മാഷ്. അതുകൊണ്ടാണ് എങ്ങനെ വയസ്സായെന്ന് തോന്നൽ ആവശ്യമില്ല. നമ്മൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. ആ, വിനോദം. ഓക്കെ, ഒരു ക്ലാപ്പ് പിടിക്കും. വളരെ കറക്റ്റാണത്, വളരെ കറക്റ്റാണത്. അല്ല, നമ്മൾ ഈ ജപ്പാനിലൊക്കെ ആൾക്കാർ ഈ നിമിഷത്തിലാണ് ജീവിക്കുക. നമ്മൾ ഈ നിമിഷമാണല്ലോ നമുക്ക് ജീവനും ജീവിതമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ നിമിഷത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 സെൻസ് എക്സസൈസ് ചെയ്യുക. ഈ നിമിഷത്തിലേക്ക് നമ്മൾ ഈ നിമിഷത്തിൽ നമ്മളൊരു 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. മൂപ്പരെന്നെ പറയട്ടെ, ഒരു 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ 5 സെൻസിന് മൈക്ക് കൊടുക്കും, മൈക്ക് 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചുറ്റും. പൊപ്പം അല്ലല്ലോ, മാഷ് തന്നെ പറഞ്ഞോടി. 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, 5 കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ രണ്ടാമത്തത് എന്താ? ഇത് കാണുന്നുണ്ട്, സ്പീക്കർ കാണുന്നുണ്ട്, വെള്ളം കാണും, പത്രം കാണുന്നുണ്ട്. അപ്പോൾ ഇനി 4 കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ. ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഫാൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, വണ്ടിൻ്റെ ശബ്ദമുണ്ട്. 3 നമുക്ക് സ്പർശിച്ചറിയുന്ന കാര്യങ്ങൾ. ഇതവിടെ വേണേൽ സ്പർശിച്ചറിയാം, ഇതിൻ്റെ ടച്ച് സ്പർശിച്ച. ഇങ്ങനെ 5 സെൻസുകളെ നമ്മൾ ട്യൂൺ ചെയ്തെടുത്താൽ നമുക്ക് ഈ നിമിഷത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. രാത്രി ഭക്ഷണം പലപ്പോഴും നിങ്ങളിവിടെ നോക്കി, ഈ പൂനൂർ അങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ തുറക്കുക? ഏറ്റവും അൺഹെൽത്തി ആയിട്ടൊരു സമയത്താണ് ഹോട്ടൽ തുറന്നത്. രാവിലെ ഞങ്ങൾ വന്ന് നോക്കി, പൂനൂർ എവിടെയെങ്കിലും ഒരു നല്ല ഭക്ഷണം കിട്ടാനുള്ള ഷൈൻ ഹോട്ടലുണ്ട്, വേറെ എവിടെയും കാണാറില്ല. ആവും 10 മണിയാവും. ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, നമ്മൾ ആരോഗ്യപരമായ ഭക്ഷണം പോലും രാത്രി 7 മണി കഴിഞ്ഞാൽ അത് അപകടമാണ്. കാരണം നമ്മുടെ ശരീരത്തിനൊരു സർക്കാഡിയൻ റിതം ഉണ്ട്, അത് നമ്മളെ ഇതിനനുസരിച്ച് നീങ്ങുന്നതാണ്. അപ്പം അത് വലിയൊരു ഡേഞ്ചറാണ്. നമ്മളെപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചേരി ഒരു പഞ്ചാബി ഹോട്ടൽ തുടങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ച് എനിക്ക് പഞ്ചാബി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി തപ്പി നടന്നു നോക്കിയപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് 3 മണി കഴിഞ്ഞാൽ തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കണം. കാരണം ഈ രാത്രി ഓവർ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഫാറ്റായിട്ട് ശേഖരിച്ച് വെക്കുക ആ ഒരു സമയത്താണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതൊരു 7 മണിയാകുമ്പോൾ ഫിനിഷ് ചെയ്യുക. അത് വളരെ ചെറിയ ലൈറ്റാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എപ്പം കഴിക്കുന്നതെന്നുള്ളത് എന്ത് കഴിക്കുന്നതിനേക്കാളും പ്രധാനമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡയറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷേ ഇതുപോലുള്ള മാറ്റങ്ങൾ, ഇതുപോലുള്ള ശ്രദ്ധകളുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ഇന്നിപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഷുഗർ അടങ്ങിയ ഭക്ഷണം. നിൻ്റെ ഡയറ്റ് എങ്ങനെയാണ്? ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയാൽ ആരൊക്കെയാണ്? ഡെയിലി ഒരു 5 നേരമൊക്കെ ഷുഗർ അടങ്ങിയ ഭക്ഷണം നീ കഴിക്കലുണ്ടോ? ചായ കുടിക്കും, മധുരട്ടത്. അപ്പോൾ ഒരു നേരം നീ ഒന്ന് കട്ട് ചെയ്ത് നോക്ക്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയും ചെറുപ്പായി വരാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കട്ടൻ കാപ്പിയാണ് കുടിക്കുക. ഇപ്പോൾ അൾസറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം കട്ടൻ കാപ്പി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അല്ല, അൾസർ ഉള്ളവർക്ക് പാടില്ല, അത് കഴിക്കരുത്, വൈകിട്ട് കഴിക്കരുത്. പിന്നെ ഉറക്കക്കുറവ് വല്ലാതെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ കൊഫെയിൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം. പക്ഷേ ഒരു കാരണവശാലും ഈവനിങ് 3 മണിക്ക് ശേഷം കോഫി കുടിക്കരുത്. രാവിലെ കോഫി നല്ലതാണ്, അത് ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർക്ക് കുറക്കാൻ നല്ലതാണ്. പിന്നെ ഹൃദയത്തിന് പ്രൊട്ടക്ഷനാണ്, ഒക്കെ നല്ലത് തന്നെയാണ്. മധുരടരുത്, മധുരടുമ്പോൾ ഇതിൻ്റെ ഒക്കെ എല്ലാ ബെനിഫിറ്റും ഇല്ലാതായി പോകും. അപ്പോൾ ആ ഒരു നേരം സാഹചര്യം കുറച്ചാളാണ്, അപ്പോൾ എനിക്കത് കിട്ടും.
ഏത് 5 വൈറ്റ് പോയിസൺ? പാലങ്ങനെ പോയിസൺ എന്ന് പറയാൻ പറ്റൂല. വൈറ്റ് റൈസ്, വെള്ളപ്പുട്ട്, പഞ്ചസാര, ഇങ്ങനത്തെ സാധനമൊക്കെ മൈദ, ഇതിലൊന്നും നാരില്ലാത്ത സാധനങ്ങളാണ്. പാലയിൽ പെടൂല. പാല് കുടിക്കാൻ, ചീര കഴിക്കാതെ അവർ പറഞ്ഞോ. മുട്ട കഴിക്കാൻ. അല്ല, അതിന് മൈദ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു പൊറോട്ട കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ബീഫ് കഴിക്കരുത്, അപ്പോൾ അപകടമാവും. അതേസമയം അതിൻ്റെ കൂടെ പയറുകറി കഴിച്ചോളി, കുഴപ്പമില്ല. പൊറോട്ടയും ബീഫും നല്ല കോമ്പിനേഷൻ അല്ല. പൊറോട്ടയും പയറും കഴിച്ചാൽ കുഴപ്പമില്ല. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സസൈസ് ചെയ്യുക, ശരീരം ചലിപ്പിക്കുക എന്നുള്ളതൊന്നുമില്ല. നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്ട്രക്ചേർഡായിട്ടൊരു ജിമ്മിൽ പോകണം, ഒരു സ്ഥലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ മാക്സിമം ചലനങ്ങൾ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യാത്തതല്ല രോഗം. 30 മിനിറ്റ് വ്യായാമമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി. പക്ഷേ നിങ്ങൾ കുത്തിയിരുന്ന് ഒരു 5 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും ഒരു 5 മിനിറ്റ് വേറെ കിട്ടണം. അല്ല, നടത്തം നിങ്ങൾക്ക് 30 മിനിറ്റ് തന്നെ ശരാശരി. ഇപ്പോൾ കുറച്ച് ആയുർദൈർഘ്യം കൂടി വരികയാണ്. കാരണം പക്ഷേ കേരളീയരുടെ ആയുർദൈർഘ്യം കൂടുന്നത് മെഡിസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രഷറിനും ഷുഗറിനൊക്കെ ഗുളിക കഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇതിലേക്കല്ല പോകുന്നത്. ജപ്പാനിലോ ഇപ്പോൾ നമ്മൾ എന്ത് രാജ്യങ്ങൾ, മെഡിറ്ററേനിയൻ രാജ്യങ്ങളുണ്ട്. 100 വയസ്സിൻ്റെ മേലെ നല്ല വികസിത രാജ്യങ്ങളിലൊന്നുമില്ല. സ്പെയിനിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാർ കൂടുതലുള്ളത്. അവർക്ക് പ്രത്യേകത പറഞ്ഞാൽ അവർ പച്ചക്കറികൾ, പ്രോട്ടീൻ ഇതൊക്കെ നന്നായി കഴിക്കുന്നവരാണ്. അതെ, പാരമ്പര്യമായിട്ട്. പിന്നെ അവരെപ്പോഴും ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അത് ടൂറ്, സ്ട്രെസ്സുകൾ കുറവായിരിക്കും. ചക്കല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചക്കല് ഗ്ലൈസിമിക്നെസ് ഉണ്ട്, മധുരം കൂടുതൽ കഴിക്കുന്ന അപകടമാണ്. ചക്കല് വല്ലാണ്ട് അങ്ങനെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള സംഭവമല്ല. ഷുഗർ പേഷ്യൻ്റ് പറ്റിയ ഏറ്റവും നമ്പർ 1 പഴം എന്ന് പറഞ്ഞാൽ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്, പിന്നെ ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. ഷുഗർ എന്തെന്നറിയോ, അധികം മധുരമില്ലാത്ത സാധനങ്ങൾ കഴിക്കാമെന്നേ ഉള്ളൂ. ഈ അവക്കാഡോ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലല്ലോ തരെ, അതിന് മധുരം തീരെയല്ല. അപ്പോൾ എന്തായാലും ഷുഗർ. ആപ്പിളും വല്ലാണ്ട് മധുരമല്ലല്ലോ. അതാണ് പ്രശ്നം. അവക്കാഡോ എന്ത് ചെയ്യാൻ നമുക്ക് സാലഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. നമുക്കിപ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം അല്ലേ? അതിനുവേണ്ടി മനസ്സ് ഡെഡിക്കേറ്റ് ചെയ്യണം. ചലനം നമ്മളെ കയ്യിൽ എപ്പോഴും നമ്മളെ കാലുള്ളിടത്തോളം കാലം ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പം 30 മിനിറ്റായിട്ട് ഇപ്പോൾ 30 മിനിറ്റായി നമ്മൾ ഇരുന്ന്, നമ്മൾക്കൊന്ന് ശരീരം ഒന്ന് നിന്നിട്ട് ഇവിടുന്ന് ഒന്ന് ശരീരം ചലിപ്പിക്കും. ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ചലിപ്പിക്കും. ഓക്കെ. മാഷ് മെക്സവനിൽ പോകലുണ്ടല്ലേ? ഇല്ലല്ലേ? അല്ല, മാഷ നടത്തം കണ്ടപ്പോ എനിക്ക് മെക്സവനിൽ പോകണ്ടോന്ന് തോന്നി. ഓക്കെ. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണെങ്കിലും നമ്മളൊരു 30 മിനിറ്റ് കുത്തിയിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2, 3, 5 മിനിറ്റ് നമ്മൾ മൂവ് ചെയ്യണം. ബാക്കി ചലനം തന്നെയാണ്. ഒരു ഡോക്ടർക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കിയെന്ന് പറയാനേ പറ്റൂ. അതാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മരുന്ന്. അപ്പോൾ നമ്മൾ സ്ഥിരം കൂടുതൽ നടത്തം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഷുഗർ കുറയാൻ, പ്രഷർ കുറയാൻ, മനസ്സും ശാന്തമാവാൻ ഒക്കെ.
അതിനൊന്നും ഒരു പ്രശ്നമില്ല, എവിടെ നടന്നാലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് കുറച്ച് കയറ്റം കൂടിയ സ്ഥലങ്ങൾ നടക്കുന്നതാണ്. കുറച്ചിങ്ങനെ കുന്നുകളൊക്കെ കയറി നടക്കുന്നതാണ്. കുഴപ്പമില്ല, നല്ലതാണ്. കാരണം നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. മറ്റേത് എവിടെ നടന്നാലും കുഴപ്പമൊന്നുമില്ല. അതിലല്ല, അതും ചിലപ്പോൾ ഒരു ഔട്ട്ഡോർ വാക്കിന് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേച്ചുറലായിട്ടുള്ള ആസ്വാദനോടും കിട്ടും, നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും. പക്ഷെ നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ് എന്നുള്ള നിലക്ക് നമുക്ക് നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ നടന്നാലും നമ്മൾ ഡിസ്റ്റൻസ് താണ്ടിയാലും നമ്മുടെ ശരീരം ഫീൽ ചെയ്യുന്നത് ഇയാൾ നടക്കുന്നതാണ്. ഇപ്പം പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിർത്തിക്കളയും എക്സസൈസ്. ഏത്തപ്പഴം ഏത്തപ്പഴങ്ങൾ ഉദ്ദേശിച്ച നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ പ്രഷറുള്ള ആൾക്ക് ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. കാരണം ഈ പൊട്ടാസ്യം അടിക്കുന്നതുകൊണ്ട്. മധുരം കുറഞ്ഞ നേന്ത്രപ്പഴം വേണമെങ്കിൽ കഴിക്കാം, അധികം പഴുക്കാത്തത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഒരു അര നേന്ത്രപ്പഴം കഴിച്ചുകൊണ്ട് നേന്ത്രപ്പഴം ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. എന്തിന്? പ്രഷറിന്. പിന്നെ നമ്മുടെ ഹൃദയത്തിനും ഏറ്റവും നല്ല സാധനമാണ്. പക്ഷേ കിഡ്നി ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ്റുകയില്ല. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾക്ക് എപ്പോഴും നല്ല മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മളെ ജോയിൻറ്റ്സ് ഇങ്ങനെ ലൂബ്രിക്കേറ്റ് ആയി നിൽക്കണം. നമ്മളിത് ലൂബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാറിയോ? ലൂബ്രിക്കേഷൻ കുറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ ശരീരം ചലിക്കാതിരിക്കുമ്പോഴാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലെക്സിബിളായി നിൽക്കണമെങ്കിലേ. അപ്പോൾ എന്തെങ്കിലും ചിലർക്കൊക്കെ ചെറിയൊരു വേദന വരുമ്പോഴേക്ക് ശാരീരിക ചലനങ്ങൾ നിർത്തിക്കളയും. അത് വലിയ തെറ്റാണ്. ഒരിക്കലും ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൻ്റെ ഈ ജോയിൻസിൻ്റെ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ചിൻ്റെ ഒക്കെ പണ്ട് ദിവസം ബോൺ ഡെൻസിറ്റി നോക്കിയപ്പോൾ വളരെ ചെറുപ്പക്കാരതാണ് കാണാൻ പറ്റിയത്. ഞങ്ങളത് പണ്ട് പൂനൂർ ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ട് വേണ്ട എക്സസൈസ് എന്താ? ഒന്നിങ്ങനെ കഴുത്ത് ഇങ്ങനെ എല്ലാവരും ഒന്ന് തിരിച്ചോടി ഇങ്ങനെ അല്ല കുറച്ച് നേരം മതി, അല്ല കുറച്ച് മതി. ഇതാ പിന്നെ കയ്യിൻ്റെത് അങ്ങനെ, കൈ ഇതാ ഇങ്ങനെ ഇനി എക്സസൈസ് ചെയ്യണ്ടെന്നുള്ളേ. ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് എന്താണെന്നറിയോ? ഈ ജോയിൻസ് ഒന്നും സ്റ്റിഫായി പോവില്ല. ഇവിടെ ലൂബ്രിക്കേഷൻ ശരിക്കും കിട്ടും. പിന്നെ കാലിനിതാ ഇങ്ങനെ ചെയ്യാം. നമുക്കിതപ്പോൾ രാവിലേക്ക് എഴുന്നേറ്റ് വെറുതെ കാലൊന്നും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ എന്താവും? ആ ലൂബ്രിക്കേഷൻ ശരിയായ ഫ്ലോ നടക്കും അവിടെ. പിന്നെ കാൽമുട്ടിന് ഇങ്ങനെ ചെയ്യാം. അങ്ങനത്തെ എക്സസൈസുകൾ. ഇത് സന്ധിവേദന കുറക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഈ ലൂബ്രിക്കേഷൻ നിന്നാലേ നമുക്ക് സന്ധിവേദന കുറയാൻ പറ്റുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, പൊറ്റിയോണ്ട് കുഴപ്പമില്ല. എന്തായാലും മൂവ്മെൻറ്റ് തന്നെ കിട്ടണം. ചലനത്തിന് ചലനം തന്നെ കിട്ടണം. അത് കുഴമ്പ് പറ്റിയോണ്ടായിട്ട് കാര്യമല്ല. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു അപകടം വരാതിരിക്കാനാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് പറയുക. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഉപ്പൂറ്റി വേദന, പ്ലാന്റാർ ഫാഷൈറ്റിസ് എന്ന് പറയും. അതിന് ശരീരം ചലിപ്പിക്കുക വേണ്ടത്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. രാവിലെ എഴുന്നേറ്റപ്പം അങ്ങോട്ട് വേദന കൊണ്ട് അങ്ങോട്ട് പൊളയും. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ അങ്ങോട്ട് കുറയും. ഇതാണ് ഒരുവിധം എല്ല് ഡോക്ടർമാരും ഒരുപാട് നാടൻ വൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരും പിടിച്ചു നിൽക്കുന്ന അസുഖം തന്നെ. കാരണം ഇത് കാലാകാലവും കുറച്ച് ഉപ്പുവെള്ളത്തിൽ വെക്കാനും കുറച്ച് തണുത്ത വെള്ളത്തിൽ മാറി വെക്കാനും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ശരീരം ചലിച്ചാലേ പോവുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ പ്ലാന്റാർ ഫാഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിടിച്ച് നിർത്തുന്ന ഒരു സാധനമുണ്ട്, എല്ലുകളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നീരിറങ്ങി നിന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് പോകണമെങ്കിൽ ഇത് നന്നായി ശരീരം ചലിക്കുകയാണ് വേണ്ടത്. വേറെ മനസ്സിലായില്ലേ? അതൊക്കെ എനിക്കൊന്നും പറഞ്ഞുകൂടാ. അത് ഓരോ അസുഖത്തിനനുസരിച്ച്. പക്ഷെ ഇതിന് ചെയ്യുന്നത് മണ്ടത്തരാണ്. പക്ഷെ ഇതിന് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ കാണാറുണ്ട്. അത് പൊട്ടത്തരാണ്. അതിന് വേണമെങ്കിൽ ഒരു MCR ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കാമെന്നുള്ളതാണ്. ചിലർ ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെച്ചിട്ട് എന്താ കാര്യം? ഒരു 6 മാസം നിൽക്കും, പിന്നെ കുറയും. പിന്നെ കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാർഡിയാക്ക് പ്രശ്നങ്ങളും കൂടുന്നത്. നമ്മുടെ ഭക്ഷണത്തോടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ കാർഡിയാക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്നത്തെ ജനറേഷൻ സ്മോക്കിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആവേണ്ട സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് കടുവൻ്റെ ഭീഷണി ഉണ്ടാവും, ഇവിടെ പുലിൻ്റെ ഭീഷണി ഉണ്ടാവും, അപ്പുറത്ത് വിഷപ്പാമ്പ് ഉണ്ടാവും. നമ്മുടെ പൂർവികർക്ക് അങ്ങനത്തെ ഭീഷണികളുണ്ടായത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഭീഷണി മനുഷ്യനില്ല.
പക്ഷേ ഇന്നത്തെ മനുഷ്യന് അതിലേറെ സമ്മർദ്ദങ്ങളുണ്ട്. കാരണം ഇന്നും പെർസീവ്ഡ് ത്രെഡ്സാണ്. ഇപ്പം ഇങ്ങനെ രാവിലെ തന്നെ പത്രം വായിച്ച് അവിടെ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് ഇന്നിപ്പോൾ ഇതിൽ ഫിലിപ്പ് മമ്പാട്, ആ ന്യൂസ് കേട്ട് എല്ലാവരും എനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സ്ട്രെസ്സാകുകയാണ്, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അനാവശ്യ സ്ട്രെസ്സ് നമ്മുടെ തലയ്ക്ക് വരികയാണ്. ഈ സ്ട്രെസ്സും നമ്മുടെ തലച്ചോറ് എന്താ തീരുന്നത്, പുറമെ ഒരു കടുവ ഓടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സ്ട്രെസ്സാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മരിച്ച വീട്ടിൽ അവിടുത്തെ സമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള സാഹചര്യം 1000 കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ, ഈ ആയുസ് കൂടിയ ആൾക്കാരുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ആൾക്കാർക്ക് സ്ട്രെസ്സില്ല. അപ്പോൾ ഇസ്രായേലിലുള്ള പത്രങ്ങളെ പ്രത്യേകത എന്താണെന്നറിയോ, അവർ സ്ട്രെസ്സുള്ള ന്യൂസൊന്നും ആദ്യം കൊടുക്കൂല. അവിടുത്തെ പൗരന്മാർക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മളൊക്കെ പല കാര്യങ്ങളും ആലോചിച്ച് സ്ട്രെസ്സുള്ള, ഓർക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഓല അങ്ങനത്തെ അവിടുത്തെ സിനിമ നടി ടൂർ വേണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് പേജ് കൊടുക്കുക. കാരണം അവർ സൈക്കോളജിക്കലായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കട്ടൻ ചായയും പത്രവും കൊണ്ട് കിട്ടണോ? പത്രം വായിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല, ഇതിലെ ഇൻഫർമേഷൻ നമ്മുടെ തലയിലെത്തുമ്പോൾ നമ്മളിൽ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് ഉണ്ടാക്കുകയാണ്. കൊടുക്കരുത്. അതൊക്കെ ഒരു മൂലക്ക് ഒരു പേജ് കൊടുക്കുക, അല്ലെങ്കിൽ അത് വായിക്കുക. നമുക്കൊരു ചരിത്രം വായിക്കുമ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാവില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്ന് ലൈവാണല്ലോ നമുക്ക് പ്രശ്നം. ഇപ്പം ന്യൂസൊക്കെ ലൈവ് കാണുമ്പോഴാണല്ലോ സ്ട്രെസ്സ്. ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ എന്തിനാപ്പോൾ ടെൻഷൻ? ആരും ഒരാൾ ജയിച്ച ഒരാൾ വന്നു എന്നുള്ള അറിയേണ്ട ഒരു കാര്യമുള്ളൂ, അതും അറിയണമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കണതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അല്ല, ഇത് അറിയണ്ടെന്നല്ല, സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ ആ സ്ട്രെസ് നമുക്കൊരു ആക്ഷൻ എടുക്കാനാണ്. അല്ല, സ്ട്രെസ് വേണ്ടെന്നല്ല, സ്ട്രെസ്സ് വരുന്നൊരു വാണിംഗ് ബെല്ലാണ്. നമ്മുടെ തലച്ചോറിൽ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗവും തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗവും ഒന്നല്ല. നമ്മളിപ്പോൾ ഒരാളോട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം ദേഷ്യം പിടിക്കുന്ന മനുഷ്യന് തനതായി കിട്ടിയ തീരുമാനങ്ങൾ എടുക്കുന്ന തലച്ചോറ് പ്രവർത്തിക്കില്ല. ഇപ്പോൾ നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പം ഓരോട് അത് ചെയ്യരുതെന്ന് പറയരുത്. ആ ദേഷ്യം മാനേജ് ചെയ്തിട്ട് പിന്നെ തീരുമാനം എടുക്കാൻ പാടും. കാരണം ദേഷ്യം പിടിക്കുന്ന തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഈ മിഡ് ബ്രെയിൻ എന്ന് പറയും, അവിടെ അമിഗ്ഡാല എന്ന് പറയും. അവരൊരു വാണിംഗ് ബെല്ല് മാത്രമാണത്. ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു സന്ദേശമേ കൊടുക്കുന്നുള്ളൂ, അവിടെ തീരുമാനം എടുക്കരുത്. ഇപ്പോൾ മരിച്ച വീട്ടിലോ എല്ലായിടത്തും നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാവും. ആ സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സായിരിക്കും, പിന്നെ 10 മിനിറ്റ് ആകുമ്പോൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പോയിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരും. അത് ഓക്കെയാണ്. അതൊരു വാണിംഗ് ബെല്ലാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരു എക്സസൈസ് പ്ലാൻ ഉണ്ടാക്കണം. നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, പല്ല് തേക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങനെ പൊക്കി കാല് വെച്ചിട്ട്. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ല എക്സസൈസാണ് കാലിങ്ങനെ പൊക്കുക. ഷുഗർ ഉള്ളവർക്കെന്ന് മാത്രമല്ല, ഷുഗർ വരാതിരിക്കാനും. പിന്നെ ഈ ബാലൻസാണ് നമുക്ക് പ്രായമായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കേണ്ട ഒരു കാര്യം. വേണത് അങ്ങനെ വെച്ചിട്ട് പല്ലിയൊക്കെ വേണമെങ്കിൽ കുറേ നേരം നിൽക്കണ്ട, നമുക്ക് താങ്ങുന്നത്ര 5 സെക്കൻഡ് 2 സെക്കൻഡാണ്. അങ്ങനെ ഇതിനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വല്ലാണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ പറ്റുന്ന അത്ര ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അത് ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്ത് അവസാനം അപകടം ഉണ്ടാവാറുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം നടക്കുക, 2 മിനിറ്റ് നടക്കുക, ജോയിൻ്റ് റൊട്ടേഷൻ ചെയ്യുക, പിന്നെ എന്തെങ്കിലും സ്ട്രെങ്ത് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക, എന്തെങ്കിലും ചെറിയ വെയിറ്റ് എടുത്തത് അങ്ങനെ ആക്കിയാലും മതി. ഇതൊരു 500 ml ഇതെടുത്തിട്ട് ചെയ്താലും മതി. ആണ് എല്ലാം ചെയ്യുക, അതൊക്കെ പെടും. നമസ്കാരം, യോഗ, അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നമ്മൾ പ്രതിജ്ഞ എടുക്കുക, ദിവസം ഞാൻ 30 മിനിറ്റ് വ്യായാമം ചെയ്യും. ഓരോ 30 മിനിറ്റിലും ഞാൻ ശരീരം ചലിപ്പിക്കും. ക്ലാപ്പ് പിടിക്കും. ഇനി അടുത്ത നമുക്ക് പ്രായം കൂട്ടി വരുന്ന മറ്റൊരു വലിയ വില്ലൻ എന്താണ്? ഏതാണ്? ഉറക്കം. നമ്മളെ മാഷക്ക് ഞങ്ങൾ പ്രായം കഴിഞ്ഞില്ലായിരുന്നില്ല. അപ്പോൾ മാഷ പ്രായം നോക്കിയപ്പം 5 വയസ്സ് കുറവാണ് കണ്ടത്, ബാലകൃഷ്ണ മാഷ.
അപ്പോൾ മാഷക്ക് ഇനിയും പ്രായം കുറയും ആ ഉറക്കോടും ശരിയായാൽ. നമ്മളെ ശരീരം ഉറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? എന്ത് ഉറക്കെ പറ. നിന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്ക്. നമ്മളെ വിചാരം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ശരീരം വിശ്രമിക്കാമെന്ന്. ഒരിക്കലും അല്ല, റിപ്പയറിങ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഡോലോട് പറഞ്ഞു കൊടുക്കണം. ഉറക്കം നഷ്ടപ്പെടുത്തിട്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ പോകും. ഒരിക്കലും അതല്ല. നമ്മൾ പഠിച്ച കാര്യമില്ല. ടീച്ചർക്കൊക്കെ അറിയാം, കുട്ടികളൊക്കെ പരീക്ഷ തലേന്ന് ഒരു ഉറക്കമില്ലാതെ പഠിച്ചു വരില്ലേ. ഒരിക്കലും അതല്ല. ഈ ഉറക്കം അവരെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് സ്റ്റോർ ചെയ്യുന്ന സമയം, നമ്മുടെ ശരീരം പൊതുവെ റിപ്പയർ ചെയ്യുന്ന സമയം. കാരണം ഓരോ ദിവസവും നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒരുപാട് നീർവീക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിനൊക്കെ പുറന്തള്ളാനുള്ള പ്രവൃത്തികളൊക്കെ ശരീരം ചെയ്യുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഇത് റിപ്പയറിങ്ങിൻ്റെ സമയമാണെന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചോളൂ. ഇതാ ഒരു വെള്ളമൊന്നും കുടിക്കട്ടെ. ഉദ്ഘാടനമല്ലേ? എന്നാ ഒക്കെ വന്നോളൂ ഉദ്ഘാടനം. മാനസികാവസ്ഥയെ പറ്റി പറഞ്ഞല്ലോ. ചില ദിവസങ്ങളിൽ ഒരു 3-3:30 മണിക്ക് കഴിഞ്ഞിട്ടാ പിന്നെ ഉറക്കം വരുന്നില്ല. ഏതെങ്കിലും കൊല്ലത്തിൽ ഒരു ദിവസം തീരെ ഉറക്കം വരാത്തത് അതെന്തുകൊണ്ടാണ്? മാനസിക അത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ഹാബിറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഉറക്കം വരാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ട്. ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉറങ്ങാം. ഒന്ന് നമ്മുടെ തലയിൽ എന്താണ് ചർച്ചകൾ അരങ്ങേറുന്നത് നോക്കുക. അതൊന്ന് പേനയും പേപ്പറും എടുത്ത് അതുകൊണ്ടും വരാം. അത് നിങ്ങളുടെ ഒന്നറിയോ? അല്ല, നിങ്ങളുടെ അതിപ്പോൾ അതൊരു ശീലമായിപ്പോയത്. പിന്നെ ആ ദിവസം നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ തലയിൽ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും, എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാവും. അത് ഓക്കെയാണ്, എപ്പോഴെങ്കിലുമൊക്കെ അല്ലല്ലോ പ്രശ്നം. ഒരു വന്നവർ ഇല്ലല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ മസിലുകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമാണ്, മസിലുകൾ ശരിയാക്കാൻ. മനസ്സിലായില്ലേ? മസിലുകൾ ശക്തമായി നിന്നാലേ വയസ്സ് കൂടാതിരിക്കുള്ളൂ. പിന്നെ ഈ ഹോർമോൺ ബാലൻസ് നിർത്താൻ വേണം. നമ്മുടെ തലച്ചോറിനെ ഫ്രഷാക്കി നിലനിർത്താൻ, എന്നും നല്ല എനർജറ്റിക്കായി നിർത്താനൊക്കെ വേണം. അപ്പോൾ രാത്രി ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനെ പോലെയാണ് ആര്? നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഷിഫ്റ്റ് ടീമാണ്. ഓക്കെ. പിന്നെ നമ്മൾക്ക് പ്രായം കൂടാതെ നോക്കുന്ന ഒരു ഹോർമോണിൻ്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? യൗവനത്തിൻ്റെ ഹോർമോൺ എന്നാണ് പറയുക. അത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പം രാത്രി ഉറങ്ങാതെ ജോലി ചെയ്തിട്ട് പകൽ ഉറങ്ങിയാൽ അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ? അല്ല, അത് മാക്സിമം രാത്രി തന്നെ കിട്ടുന്നതാണ് നല്ലത്. രാത്രി കിട്ടാത്തൊരു ജോലി ചെയ്യുന്ന ആളാണല്ലേ, അവർക്ക് അതിനനുസരിച്ച് അവരുടെ ശരീരം അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. അത് പിന്നെ ചില ശരീരത്തിൽ വേറെ രീതിയിൽ അഡാപ്റ്റ് ആവും. ഇത് നമ്മൾ ടോട്ടലി ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിമാർ ഇവരൊക്കെ വളരെ കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവരൊക്കെ ഉള്ള ഹെൽത്തിയാണ് അല്ലേ? കാരണം എന്താണ്? അവരാ ശരീരം അതിന് അഡാപ്റ്റഡ് ആണ്. അതെ പറഞ്ഞു, അവരൊക്കെ അതിന് അഡാപ്റ്റഡ് ആണ്. അത് ചിലവർക്കത് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ഉറക്കത്തിന് ഏറ്റവും നല്ലത് രാത്രി 10 to 4:30, 4-5 അങ്ങനത്തെ തന്നെയാണ്. എന്ത്? ഇല്ല, ഇവിടെ ആർക്കും ഇല്ല. എല്ലാവരും ഒരു അല്ല, നമ്മൾ പറയുന്നത് പ്രായം കുറക്കുന്നതിനെ കുറിച്ചാണല്ലോ. വയസ്സ് കുറക്കുകയാണല്ലോ നമ്മൾ. പിന്നെ നമ്മൾ ഈ ഉറക്കത്തിന് വേണ്ടി ചെയ്യേണ്ട ഇന്നത്തെ കാലത്ത് നമ്മൾ ഉറക്കത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാ? മൊബൈൽ ഫോണാണ്. ഇത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അങ്ങോട്ട് ഓഫാക്കി വെക്കണം.
ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉള്ളൊരു ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാനൊക്കെ അത് വെച്ച് ചെയ്യല. 10:30 കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 2 ഫോൺ ഉണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഇതിനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യും, 10:30 ആയാൽ ഇത് ഓഫായി പോകും. 10:30 ആയി കഴിഞ്ഞാൽ പിന്നെ തുറക്കണമെങ്കിൽ 100 രൂപ ഫൈൻ അടക്കണം. അതുകൊണ്ട് നടക്കൂല, അല്ലെങ്കിൽ നമ്മൾ നോക്കി പോകും. കുഴപ്പമില്ല, നല്ലതാണ്. ബുക്ക് വേണമെങ്കിൽ വായിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എത്ര സമയമാകുമ്പോൾ ഫോൺ ഓഫ് ആവണം എന്നുള്ളത്. പിന്നെ തുറക്കണമെങ്കിൽ നമ്മളൊരു 100 രൂപ അതിന് ഫൈന് കൊടുക്കണം. ഡിജിറ്റൽ ഡീറ്റോക്സ് വിഷവിമുക്തമാക്കാൻ അർത്ഥം. അല്ല, മൊബൈൽ കണ്ടന്റ് നിൽക്കുന്നത് ബ്ലൂ ലൈറ്റ് ഉണ്ടാക്കും. അത് വേണേൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓഫ് ആക്കാം. മൊബൈലിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും പ്രശ്നമാണ്. അപ്പം അത് പ്രശ്നമാണ്. കാരണം നിങ്ങളിപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ വല്ല വിവാദ ചർച്ചകളും ഡിബേറ്റുകളും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ തലയിലാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അവിടെയല്ല ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇവിടെയാണ്. ഇത് നമ്മളിൽ ഓരോ ബ്രോഡ്കാസ്റ്റും നമ്മളിൽ ഓരോ സമ്മർദ്ദത്തിൻ്റെ ഹോർമോൺ ഉണ്ടാക്കും. ആ ഹോർമോണൊക്കെ നീർവീക്കങ്ങളാണ്, ശരീരത്തിനുള്ളിലെ നീർവീക്കങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഒരു ഇലക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാഷ്ട്രീയ പാർട്ടികൾ അടികൾ കണ്ടുകൊണ്ടിരിക്കുക. അത് അവിടെ അടി നടക്കുന്നതല്ല വിഷയം. അത് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെത്തും. ഈ തലച്ചോറിൽ ഓരോ ഇൻഫർമേഷനും വരുമ്പം നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ അടകടാന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചളിയൊക്കെ ചേർന്ന് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായി എന്തായിരിക്കും ഈ വൃത്തികെട്ട ചലവും ചളിയൊക്കെ. ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മൾ രക്തക്കോളിൻ്റെ അടിയിലുണ്ടാക്കും. ഇതിനെ ഇൻഫ്ലമേഷൻ അല്ല നീർവീക്കം എന്ന് പറയാം. ഇത് അടിഞ്ഞു കൂടിയിട്ട് അതിലേക്ക് ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള കൊഴുപ്പുകൾ ഒക്കെ കൂടി മിക്സായി അതൊരു ബ്ലോക്കായി മാറി, അതൊരു പ്രശ്നമായി. അത് രക്തക്കോലിൽ ചുരുക്കി അപകടം ഉണ്ടാവും. ഇതാണ് അപകടം. നിങ്ങളിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ലാഫ്റ്റർ കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? തലക്ക് പിടിക്കരുത്. തലക്ക് പിടിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് അപകടമാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു റിസർച്ച് പറഞ്ഞല്ലോ, 16 ആഴ്ചയുള്ള ഒരാൾക്ക് വെറും അരമണിക്കൂർ ന്യൂസ് കണ്ടിട്ടാണ് ഇത്രയും കാർഡിയാക്ക് റിസ്ക് കൂടിയത്. കാർഡിയാക്ക് മാർക്കർ എന്ന് പറയും, ഇത്രയും കൂടിയത് വെറും അരമണിക്കൂർ ന്യൂസ് കണ്ടുകൊണ്ട്. മറ്റവർക്ക് ഇത് കുറഞ്ഞത് വെറും അരമണിക്കൂർ എന്ത് കണ്ടുകൊണ്ട്? ഹാസ്യം കണ്ടുകൊണ്ട്. ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊരു ഭയങ്കര ബുക്കാണ്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ബുക്കാണ്. അതിലൊരു പെണ്ണിന് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഇവരെന്ത് ചെയ്ത്, ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് ഇവരൊരു മാസം അങ്ങോട്ട് ലീവ് എടുത്ത് ഫുള്ള് ചാർലി ചാപ്ലിൻ്റെ തമാശ സിനിമകൾ കണ്ടുകൊണ്ടങ്ങിരുന്നു. ഒരു മാസം മുഴുവനും ചിരിച്ചിതായപ്പോൾ ഇവരുടെ ശരീരത്തിൽ എന്തായത്, എൻഡോർഫിന്, സെറട്ടോണിന്, ഓക്സിറ്റോസിന്, പിന്നെ ഇതുപോലത്തെ നല്ല നല്ല ഹോർമോൺസ് കുറേ അങ്ങോട്ട് ഉൽപ്പാദിപ്പിച്ചു. ഈ ഹോർമോണും മരുന്നാണ്. കാരണം എന്ത് മരുന്ന് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള രാസപ്രവർത്തനങ്ങളും കെമിക്കൽ ചേഞ്ചും ഉണ്ടാകുമ്പോഴാണ് ഇത് ഹീലിംഗ് കൊണ്ടുവരിക. ഇവർക്ക് ഇത് ഉൽപ്പാദിപ്പിച്ചപ്പോൾ എൻഡോർഫിനൊക്കെ ഉൽപ്പാദിച്ചാൽ പെയിൻ തന്നെ ഉണ്ടാവില്ല. നമ്മളൊരു ദിവസം 5 മിനിറ്റ് ചിരിച്ചാൽ തന്നെ നമുക്ക് നല്ല വേദന സംഹാരിയാണത്. നമ്മൾ മരുന്ന് കഴിച്ചാലും അതെന്നെ സംഭവിക്കാം. നിങ്ങളിപ്പോൾ ഒരു സമ്മർദ്ദമുള്ള ന്യൂസ് കാണുന്നതും നിങ്ങൾക്കിപ്പോൾ ഒരു പോയിസൺ കഴിക്കുന്നതും നിങ്ങളെ തലച്ചോറിൽ ഒരേ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. പോയിസൺ ഉണ്ടാക്കുന്നത് എന്താണ്? ഇപ്പോൾ പാമ്പ് കടിച്ചാൽ ഹോർമോണിൻ്റെ വേരിയേഷൻ വരും, നീർവീക്കുണ്ടാവും. ഇതേ പ്രശ്നം തന്നെയാണ് നിങ്ങൾ ഇതുപോലെ വിവാദ വിഷയങ്ങളും മറ്റും ചർച്ച ചെയ്ത് അവസാനം ഒരുപാട് അനാവശ്യ സ്ട്രെസ് എടുത്ത്, കുട്ടികളുടെ കാര്യത്തിൽ സ്ട്രെസ്സ്, വീട്ടിലെ മറ്റ് പ്രശ്നങ്ങളിൽ സ്ട്രെസ്സ്, മറ്റ് വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി തലയിൽ എഴുത്തി വയ്ക്കുമ്പം ഇതന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുക. ഇപ്പോൾ നമ്മളെ വീട്ടിൽ മറ്റൊരാൾക്ക്, നമ്മളെ കുട്ടികൾക്കോ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു മനുഷ്യനും വ്യക്തിപരമായി എടുക്കരുത്. ഈ വ്യക്തിപരമായിട്ട് മറ്റൊരാളെ ടെൻഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സൊല്യൂഷൻ നടത്തല്ല. അതാണ് നമ്മളെ ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത് സ്ട്രെസ്സ് തലയിൽ ഏറ്റിയിട്ടല്ല. സ്ട്രെസ്സ് എടുക്കാതെ നമുക്കത് പരിഹരിച്ചു കൊടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ പോകണം. പക്ഷെ അത് സ്ട്രെസ്സ് എടുത്തിട്ടാവരുത്. പലപ്പോഴും അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണാം, ഒരുപാട് പേര് ആ രോഗികളായി കിടക്കുന്നുണ്ടാവും. ഇവരും പിന്നെ സ്ട്രെസ്സായി ഇവരും രോഗിയായിട്ട് വീഴും. അതിൽ കാര്യമല്ല. ഈ സ്ട്രെസ്സ് ഒഴിവാക്കിയാലേ എന്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ പ്രശ്നം, ഈ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഫോൺ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഉറക്കം, ഞാൻ പറഞ്ഞല്ലോ, ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഉറങ്ങുമ്പോൾ. ഇത് നമ്മൾ വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഉറക്കക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കലും ഈ മെലറ്റോണിൻ ഗുളികകളാണ്.
അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ലപ്പോൾ ഒരു മെലട്രോണിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു തൈലം പോലത്തെ മരുന്നാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു ദിവസം വെറുതെ എടുത്ത് തലയിലൊക്കെ 2-3 ദിവസം തൊറ്റപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം. പിന്നെ ഞാനത് ഉപയോഗിക്കാൻ നിർത്തി. അത് മെലട്ടോണിൻ്റെ ഒരു ഇതിവിടെ തലയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്, ഭയങ്കര എഫക്റ്റാണ്. സ്ലീപ്പ് ZZLEP എന്ന് പറയും, സ്ലീപ്പ്. കാരണം ഇത് ഈ ഹോർമോണാണ്. വരും ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇല്ല, ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഉദ്ഘാടകം അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ക്ലാപ്പിംഗ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കാം അല്ലേ? ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹാ ഹാ ഹാ. ഏതായാലും നല്ല ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകിയത്. ഒരു ക്ലാപ്പ് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം നമ്മൾ ഉറക്കത്തേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചെറിയൊരു ഉച്ചക്കുള്ളൊരു ഉച്ചമയക്കം ചെയ്യുന്നത് ആരൊക്കെ ഉള്ളത്? ഉച്ചക്ക് ചെറിയൊരു ഉറക്കം കിട്ടൂല, പക്ഷെ അത് നല്ലതാണത്. ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് ഗുണം കിട്ടില്ല, കാരണം രാത്രിയുടെ ഉറക്കം അത് അപകരിക്കും. ഒരു 10, 15 അല്ലെ 20 മിനിറ്റ് വരെയൊക്കെ ഉറങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉറക്കം വരാത്തവർക്ക് ഉറക്കം വരാൻ പറ്റിയ ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് കാണിച്ചു തരാം. ഒന്ന്, നമ്മൾ എപ്പോഴും ഉറക്കം വന്നില്ലെങ്കിൽ നമ്മളെ ലൈറ്റ് എപ്പോഴും നമ്മൾ ഡിമ്മാക്കി വെക്കണം. ഡിം ലൈറ്റ് ഇല്ലേ, ഒന്ന് നമ്മൾ 4 സെക്കൻഡ് ശ്വാസം ഉള്ളോട്ടെടുക്കുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് 6 സെക്കൻഡ് പുറത്തോട്ട് വിടുക. ഉറക്കമില്ലാത്തവർ ചെയ്യേണ്ട ഒരു എക്സസൈസ്. അതൊരു 5-10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കല്ലേ. ബ്രീത്ത് ഇൻ 4 സെക്കൻഡ്, ഹോൾഡ്, പുറത്തോട്ട് 6 സെക്കൻഡ്. ഇത് നമുക്ക് നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള റിമോട്ട് കൺട്രോൾ പോലെയാണ്. പുറത്ത് മൂക്കുള്ളിൽ തന്നെ വിടാം, കുഴപ്പമൊന്നുമില്ല. മറ്റേത് നമ്മൾ ആ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായക്കൂടെ വിട്ടിട്ട് ബലൂൺ വീർപ്പിച്ചിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ലോ ബ്രീത്തിങ് നമുക്ക് എന്താക്കും, നമ്മൾ ഉറക്കത്തിനെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ്? ഉറങ്ങുന്നതിൻ്റെ ഒരു 1-1.5 മണിക്കൂർ മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഉറക്കത്തിന് നമ്മളൊരു കറക്റ്റ് ടൈം തീരുമാനിക്കണം. അപ്പോൾ നിങ്ങൾക്കൊന്നും അതിന് സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലേ? 10 ഒരു ഉറക്കത്തിന് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യണം. ആ സമയത്ത് തന്നെ ഉറങ്ങുക. രാവിലെ എഴുന്നേൽക്കാനും കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സമയം ഉണ്ടാക്കുക. ഓ വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കി. അതന്നെ നല്ല, അതന്നെ. അപ്പോൾ ഈ ഒരു റുട്ടീൻ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്നും യൗവനുള്ള തലച്ചോറ് ആണല്ലോ. നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇത് ചെയ്തല്ലോ, വിഷ്വലൈസ് ചെയ്തല്ലോ. അപ്പോൾ ഇത് നിലനിർത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഞ്ചസാര നമ്മളെ തലച്ചോറിനെ കേടാക്കുമെന്ന് പറഞ്ഞു. അതിലും ശക്തമായിട്ട് നമ്മളെ തലച്ചോറിനെ കേടാക്കുന്ന ഒരു സംഭവം എന്താണ്? അവർ നമ്മുടെ ഹെൽത്തിലുള്ള ഒരാളിവിടെ ഉണ്ട്. ഞാൻ താമരശ്ശേരി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എന്താണ് പറ? സമ്മർദ്ദം അല്ലേ? പരിചയം പുതുക്കി പ്രശ്നമായി തോന്നുന്നില്ലേ? സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പം നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മരുന്ന് തന്നെയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങൾ, ഷുഗർ കൂടുതൽ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാവും എന്ന് പറഞ്ഞു. ഇതിനേക്കാളും സ്പീഡിലാണ് സമ്മർദ്ദങ്ങൾ ഇത് പ്രായം കൂട്ടുക. കാരണം എന്താ? നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത് നമ്മളുടെ ബ്ലഡ് ഷുഗറും കൂട്ടും. നമ്മുടെ വയറിൽ കൊഴുപ്പ് ശേഖരിച്ച് വെക്കാൻ കാരണമാവും. ഉറക്കം കുറക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തിയും കുറയും. ചുരുക്കി പറഞ്ഞാൽ സ്ട്രെസ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു, അതൊരിക്കലും മനസ്സിൻ്റെ ഒരു പ്രവർത്തനമല്ല. അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു രാസപ്രവർത്തനമാണ്. അതുകൊണ്ടാണ് സ്ട്രെസ്സ് നമ്മൾ റിലീവ് ചെയ്യണമെന്ന് പറഞ്ഞത്. പതിവായിട്ട് ടെൻഷനുള്ള ആൾക്കാരൊന്ന് കൈവക്കി. ഉറക്കം ശരിയായിട്ടില്ലാത്തവരോ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ പണ്ടത്തെ പോലെ അല്ലെന്ന്. നമുക്ക് സ്ട്രെസ്സ് എന്തിനു വേണ്ടിയായിരുന്നു? പണ്ട് ഒരു സ്പീഷീസ് എന്നുള്ളത് മനുഷ്യനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്.
അങ്ങനെ പിടിച്ചു നിർത്തിയോണ്ടാണ് നമ്മൾ ഇവിടെ സുഖകരമായി ജീവിക്കുന്നത്. അല്ലെങ്കിൽ കടുവയും സിംഹവും ഒക്കെ ആയിരിക്കുന്നത് നാട്ടിലെ രാജാക്കന്മാരായി നിൽക്കുക. ഇന്ന് നമുക്ക് രാജാവാകാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ സ്ട്രെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ നമുക്കുണ്ടാവുന്ന ഒരു ഭയങ്കര അപകടകരമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മോഡേൺ സ്ട്രെസ്സും ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൈറ്റ് ഡിമ്മാക്കി വെക്കണം, ഈ ശ്വസന വ്യായാമം ചെയ്യണം. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ അമിതമായി ചിന്തിക്കുന്ന അപകടമാണ്. ചിലപ്പോൾ ഈ അമിതമായി ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് ഈ സ്ട്രെസ്സായിട്ട് വരുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ നമ്മൾ ചിന്തിച്ച് ഒരു ചിന്ത ചിന്തിച്ച് ആ ചിന്തയിൽ അടുത്ത ചിന്ത വന്നു. എപ്പോഴും നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ചിന്തകൾ പോകുന്നുണ്ടാവും. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊട്ടനായിട്ടുള്ളൊരു അവയവമാണ്. പക്ഷെ നമ്മൾ തലച്ചോറിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു അവയവം വേറെ ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓട്ടോമാറ്റിക്കായിട്ട് വിരഹിക്കാൻ വിടരുത്. മനസ്സിലായില്ലേ? ഈ ഓട്ടോമാറ്റിക്കായിട്ട് വിരഹിക്കാൻ വിടുന്നതുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തകളും ചിന്തിച്ച് പോകുന്ന അവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ നമ്മളെ മൊബൈലിൽ തുറന്നിട്ട് എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അരങ്ങേറിയ എന്തായിരിക്കും അവസ്ഥ? അതേ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക എന്നുള്ളത്. നമ്മളൊരിക്കലും ഈ ചിരി വരുമ്പോൾ തടയാൻ പറ്റിയ കുറച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ചിരി എന്ന് പറഞ്ഞത്. ലാഫ്റ്റർ ഈസ്, അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ലാഫ്റ്റർ യോഗ എന്തോ കളിതമാശയാണ്, പൊട്ടത്തരാണ്. ഒരിക്കലുമല്ല. ബെസ്റ്റ് മെഡിസിനാണ് ലാഫ്റ്റർ എന്ന് പറഞ്ഞാൽ. ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ ഓക്സിജൻ സപ്ലൈ വളരെ ശക്തമായിട്ട് കൂടും. ചിരി ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. കാരണം ഇവിടെ ഒരുപാട് മിമിക് മസിലുകളുണ്ട്. ഇതിനൊക്കെ നല്ല വ്യായാമമാണ് കിട്ടുന്നത്. അത് കേവലം ഒരു വിനോദം മാത്രമല്ല, നമ്മുടെ നല്ലൊരു ചികിത്സയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലാഫ്റ്റർ യോഗ ചെയ്യാം അല്ലേ. ഇന്ന് തൊട്ട് നമ്മൾ ഈ മരുന്ന് എന്നും ഉപയോഗിക്കുക. വാർദ്ധക്യം തടയാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് ഇതാണ്. ആദ്യം നമുക്കൊരു മന്ത്രം ചിരി യോഗ ചെയ്യാം. നമ്മളെന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ മൂളിയിട്ട് ചിരിക്കാം. ഒന്ന് ചിരിക്കുക, അങ്ങനെ വെറുതെ ഒന്ന് മൂളിയിട്ട് ഇങ്ങനെ ചിരിക്കും. ഇനി നമുക്ക് ഭയങ്കര സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ലയൺ ലാഫ്റ്റർ യോഗ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെവി ഇങ്ങനെ കൈകൊണ്ട് നാവ് മുമ്പോട്ട് എടുക്കുക, സിംഹത്തിനെ പോലെ. എല്ലാവർക്കും പറ്റുന്നത്ര ചെയ്താൽ മതി കേട്ടോ, ഓവർ ചെയ്യണ്ട. പിന്നെ അത് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ. ഇത് വട്ടാവാന്ന് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കേണ്ടത് നമ്മളെ ആരോഗ്യമാണ്. മനസ്സിലായില്ലേ? ആൾക്കാർ പറയുന്നത് നോക്കണ്ട. നമ്മുടെ സമൂഹത്തിൽ 99% നമ്മൾ പറയാ എന്താണ് വട്ടാണോ എന്ന് പറയാൻ എന്താണുള്ളത് എന്ന് നോക്കിക്കുക. അത് നമ്മളെ കുഴപ്പം. നമ്മൾ സാമൂഹികമായിട്ട് നമ്മൾ നമ്മളെ പൂർവികർ തൊട്ടേ കൊണ്ടുവന്നൊരു കൾച്ചറാണത്. മനസ്സിലായില്ലേ? ഞാൻ ലാഫ്റ്റർ യോഗൻ്റെ ഒരു അംബാസിഡർ ആക്കിയിട്ട് എന്നെ ആക്കാൻ വേണ്ടി നോക്കിയിരുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ ലാഫ്റ്റർ യോഗ അംബാസിഡർ ആവണമെന്നാണ്. ഞാൻ പക്ഷേ എനിക്കതിന് പിറകെ പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഒഴിവായി. അതെന്താ പറയുക, ലാഫ്റ്റർ യോഗ ഇന്ന് എല്ലാ ഡോക്ടേഴ്സും ഈ ലാഫ്റ്റർ യോഗൻ്റെ ഉപജ്ഞാതാവാരെന്നറിയോ? മഥൻ കടാരിയ എന്ന് പറയും. അത് കർണാടകയുള്ളൊരു ഡോക്ടറാണ്. ഇതൊരു നല്ല മെഡിസിൻ ആയതുകൊണ്ടാണ് നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്കൊരു ക്ലാപ്പിംഗ് ലാഫ്റ്റർ യോഗ ചെയ്യാം. ഒന്നെന്ത് ചെയ്യാം, നമ്മളിങ്ങനെ താഴോട്ട് കൈയടിക്കുക. ഇതൊക്കെ നല്ല എക്സസൈസാണ്. മനസ്സിലായില്ലേ? അതും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഹൃദയത്തിന് പറ്റിയൊരു എക്സസൈസ് പറയാണ്. നമുക്ക് ചിരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാം, നല്ല ഓൾ ഈസ് വെൽ, എല്ലാം നല്ലതാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ചിരി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അഭിനയിച്ചാലും നമുക്ക് ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും നമ്മളെ ശരീരം ഒരേ രീതിയിലാണ് കാണുക. നിങ്ങളിപ്പോൾ വലിയ സമ്മർദ്ദമുള്ളപ്പോൾ കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് വെറുതെ ഒന്ന് ചിരിച്ചാൽ
നിങ്ങളെ ശരീരം എന്താ വിചാരിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, ഇയാൾ വളരെ ഹാപ്പിയാണെന്നാണ്. നമ്മുടെ ശരീരം അങ്ങനെയാണ് വിചാരിക്കുക, നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് വിചാരിക്കുക. നമ്മുടെ തലച്ചോറിൽ നമ്മൾ പേറി നടക്കുന്ന സ്റ്റോറി അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും ശരീരം നോക്കൂല. നമ്മൾ ഇമാജിൻ ചെയ്താലും നമ്മൾക്ക് റിയൽ ആയിട്ട് ഉണ്ടായതാണെങ്കിലും ഒക്കെ തലച്ചോറ് എന്ത് ചെയ്യും? നമ്മൾ അതിനോട് ചർച്ച ചെയ്യുന്നതിനനുസരിച്ചാണ് അത് പ്രതികരിക്കുക. അപ്പോൾ വെറുതെ ചിരിച്ചാൽ മതി ഇല്ലേ? ഇനി വെറുതെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇങ്ങനെ ചിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. ഇനി നമുക്ക് വെറുതെ ഇപ്പം ചിരിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ കരയുന്ന ഒരു പോസ് എടുക്കുക, എന്നിട്ട് ചിരിക്കാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പം ഈ ചിരിച്ചപ്പം തന്നെ തലച്ചോറിൽ എന്താ ഫീലിംഗ്? എന്ത് ഫീലിംഗ് ആണുള്ളത്? നമ്മളെ ചെയർമാൻ പറയട്ടെ, വരും. എന്ത് ഫീലിംഗ് ഉണ്ടായത് ചിരിച്ചപ്പം? ഇപ്പൊ ഒരു സാഹചര്യം ഒന്നും ഇല്ലാതെ തന്നെ ചിരിച്ചപ്പോൾ എന്ത് ഫീലിംഗ് ഉണ്ടായത്? അല്ല, അത് നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ നോക്കി ഒന്ന് ചിരിക്കി. ഇത് ആർഗ്യുമെന്റ് ലാഫ്റ്റർ യോഗ എന്നാ പറയാ. ഓക്കെ, അതെ 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 അതെ. കാരണം നമ്മൾ ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ തലച്ചോറിൽ അറിയാതെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചു. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ഗുളികയൊക്കെ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ അല്ലേ, ഇപ്പം നമ്മൾ ആൻറ്റി ഡിപ്രസൻ്റ് മരുന്ന് കഴിക്കും വിഷാദമുള്ളവർക്ക്, ആങ്സൈറ്റി ഉള്ളവർക്കല്ലേ അറിയില്ലേ, അൽപ്രാക്സ് കഴിക്കൂല്ലേ, അങ്ങനത്തെ പല മരുന്നും കഴിക്കും. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാനാണ്. ഇത് നമ്മൾ ചിരിക്കുമ്പോൾ അതിലേറെ ഉൽപ്പാദിപ്പിക്കും. അതേ പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ പറ്റില്ല. നോക്കി, അല്ല നമ്മൾ പെട്ടെന്ന് എമോഷണൽ ആവും. അല്ല അത് മതി. അല്ല നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് വ്യായാമം ചെയ്യൂലല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾ രാവിലെ ഉച്ചക്കോ വൈകുന്നേരമോ നിങ്ങൾക്ക് തോന്നുമ്പോൾ സാധാ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുമ്പോഴൊന്നും ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ പബ്ലിക്കായിട്ട് പോയിട്ട് ഇങ്ങനെ ചിരിക്കണം എന്നല്ല പറയുന്നത്. കേരളത്തിൽ ഇതിൻ്റെ ഒരു അംബാസിഡർ ഉണ്ട്, സുനിൽ കുമാർ എന്നറിയും. നിങ്ങൾ ഇതിലടിച്ച് നോക്കിയാൽ കാണാം, സുനിൽ കുമാർ. നമ്മുടെ മുമ്പൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇയാളാണ് കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആള്, ഉപജ്ഞാതാവ് കേരളത്തിലെ. സുനിൽ കുമാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആളാണ്. പിന്നെ ഇവിടെ ഒരു ദിവസം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും, നല്ല കിട്ടുന്നില്ല. അതാണ് ചിരിക്കാനുള്ള നിലയമാണ്. നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം കണ്ണ് നോക്കിയിട്ടൊന്ന് ചിരിക്കാം. തമാശ ഒന്ന് കണ്ണ് നോക്കി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയൊന്ന് ചിരിക്കും. അതാ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ അറിയി. അതെ നേതാവിനെ കിട്ടിയിട്ടുണ്ട്, അവിടെ വരപ്പം വരും കിട്ടുന്നത്. ലാഫ്റ്റർ അത് മൂപ്പരാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഗിന്നസ് ബുക്കിൽ പേര് വന്ന ആളാണ്. അയാളെ കണ്ടാൽ ചിരിക്കും. നല്ല അടിപൊളി ആളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂപ്പരല്ലേ എപ്പോഴും? ആ റൈസപ്പിൽ വന്നിരുന്നു. ഇവിടെ എന്തോ ബിസിയാണ്, എറണാകുളത്ത്. മൂപ്പരെന്തോ പരിപാടിയിലായിരിക്കും ചിലപ്പോൾ. നോക്കട്ടെ, ഇപ്പോൾ വിളിക്കുക, നമ്മളെ ഫ്രണ്ടാണ്. അപ്പം അതാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മളിങ്ങനെ ഗൗരവത്തോടെ നിൽക്കണ്ട. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എമോഷണൽ ഡീറ്റോക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ ഒരുപാട് സ്ട്രെസ്സുകൾ, നമ്മൾ ചിന്തകളാണെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സായിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ നീർവീക്കായിട്ടാണ് ഇതൊക്കെ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ കോപം, ദുഃഖം, വൈരാഗ്യം, ഇതെല്ലാം നമ്മളെ തലച്ചോറിനെ കേടാക്കും. എല്ലാം നമ്മൾ വിചാരിക്കരുത് ഇതെല്ലാം വെറും മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ ശരീരത്തിൻ്റെ പ്രശ്നം തന്നെ. അതെപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വൈരാഗ്യമുള്ള, ദേഷ്യമുള്ള ഒരാളെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒരു ദിവസം ഒന്ന് കണ്ണടിച്ചിട്ട് കുറച്ച് ദേഷ്യമുള്ള ഒരാൾ, നിങ്ങൾക്ക് വൈരാഗ്യം അല്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ രാഷ്ട്രീയ മേഖലയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരാളെ വിചാരിക്കും. അല്ല ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട്
എന്നിട്ടൊന്ന് ശ്വാസം പുറത്തു വിട്ടിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. നമ്മളെ തലയിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. നമ്മളെന്താവും, ഇത് വൈകാരികമായിട്ടുള്ള ഒരു വലിയ വേസ്റ്റായിട്ട് നമ്മൾ ശരീരത്തിൽ മുഴുവനും ശേഖരിക്കപ്പെടും. നമ്മൾ ഭയങ്കര അപകടം ഉണ്ടാക്കും ഈ സ്ട്രെസ് ഹോർമോൺസേ. അപ്പോൾ ഉറക്കം നമുക്ക് പറയാം, എൻ്റെ മനസ്സ്, നമുക്കിത് 6:30 വരെ സമയം, എൻ്റെ മനസ്സ് എൻ്റെ ആരോഗ്യം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മനസ്സ് എൻ്റെ ആരോഗ്യം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു വലിയ ക്ലാപ്പ് കൊടുക്കി. ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രമേഹമുള്ളവർ എത്ര പേരുണ്ട്? പ്രമേഹം ആർക്കുമില്ല. വെരി ഗുഡ്. ഓക്കെ. പ്രഷർ ആയിക്കോട്ടെ, ഉണ്ടോ? അല്ല, എന്നാലും നമുക്കൊരു 140 ഫാറ്റ് ലിവർ ഉള്ളല്ലോ. അമിതവണ്ണുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അമിതവണ്ണേ. നമ്മൾ വിചാരിക്കും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും കുടുംബത്തിലുള്ളതുകൊണ്ട് വരുന്നതാണ്. നമ്മളെ ജീനുകൾ നമ്മളെ തോക്ക് നിറച്ച് തരും. പക്ഷെ ഇത് വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശീലങ്ങളാണ്. അതെപ്പോഴും ഓർത്ത് വെക്കാം. നമുക്കല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ചാവി, ഇവിടെ ഇതിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇതിൻ്റെ ചാവി ഇല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. ഈ ചാവിയിൽ പറയുന്നത് നമ്മുടെ ജീവിതശൈലിയാണ്. നമുക്ക് പാരമ്പര്യമായിട്ടൊരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ചാവി ഇട്ട് നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ അത് തുറക്കില്ല. അപ്പോൾ ജീവിതശൈലി തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ്. ഓക്കെ. ആരംഭിക്കാം, എനിക്ക് മനസ്സിലായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഈ ജീവിതശൈലി നിങ്ങൾ വരുന്നത് നമുക്ക് തടയാനും വൈകിപ്പിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ നമുക്കറിയാം, അത് നമുക്ക് വളരെ നിശബ്ദമായിട്ട് വരുന്നൊരു കൊലയാളിയെന്നാണ് വിളിക്കുക. കാരണം ബ്ലഡ് പ്രഷർ വളരെ നിശബ്ദമായിട്ടാണ് ആൾക്കാരെ നശിപ്പിച്ച് കളയുക. അപ്പോൾ അതെന്ത് ചെയ്യണം? നമുക്കത് കുറക്കാൻ സ്ട്രെസ്സ് കുറക്കണം, ഉപ്പ് കുറക്കണം, പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കണം. ഇതിനും നല്ല ഉറക്കം ആവശ്യമാണ്. പിന്നെ ഉപ്പ് കുറയ്ക്കുകയും വേണം കേട്ടോ. അവിടെ ഫാറ്റ് ലിവർ, അതൊരു ഫാറ്റ് ലിവർ ഒരു ലിവറിൻ്റെ രോഗം മാത്രമല്ല, അതും നമ്മളെ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അമിതവണ്ണമുള്ള എല്ലാവരും ഇല്ലല്ലോ ഇവിടെ. നമുക്ക് ഏതായാലും പെട്ടെന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൂടെയും പറയാം. എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് സമയം നടക്കുക. അത് നമ്മുടെ ശരീരത്തിൽ നീർവീക്കം കുറക്കാൻ വളരെ നല്ലതാണ്. ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ചാലും ഒരു 5-10 മിനിറ്റ് വെറുതെ അതിനെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടി കഴിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് ഷുഗർ അടങ്ങിയ ഐറ്റംസ് ഇപ്പോൾ കഴിക്കുന്നത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്ന് കുറക്കുക, ഒരു ഐറ്റമെങ്കിലും കുറക്കുക എന്നുള്ളതാണ്. പിന്നെ 11 മണിക്ക് മുമ്പുള്ള ഉറക്കം. വെള്ളം വളരെ നിർബന്ധമാണ്. വെള്ളം നന്നായിട്ട് കഴിക്കണം, കാരണം ഇത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ സ്ട്രെച്ചുകൾ, പിന്നെ ഈ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, അത് സ്ഥിരമായിട്ട് ചെയ്യുക. പിന്നെ പ്ലേറ്റ് റൂളില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് റൂൾ നോക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഒരു സ്നാക്കും കഴിക്കാൻ നിൽക്കുക. പൂനൂർ അങ്ങാടിക്ക് ഇറങ്ങിയാൽ നമുക്കൊരു നിർബന്ധമായിരിക്കും ഒരു പഴംപൊരിയും ഒരു ചായയും കുടിക്കണം എന്നുള്ളത്. പക്ഷേ ഈ പഴംപൊരി ചെറിയൊരു സാധനമാണെങ്കിലും നിങ്ങളൊരു 1/2 പ്ലേറ്റ് ബിരിയാണി കഴിച്ച അപകടം അതും ഉണ്ടാക്കും, ഈ എണ്ണക്കടികളാകുമ്പോഴേ. അതേസമയം അങ്ങനെ ഉണ്ടെങ്കിൽ സ്നാക്ക് കഴിക്കണമെങ്കിൽ ഒരു പഴം വാങ്ങി കഴിച്ചോളൂ, കുഴപ്പമില്ല. ഒരു പഴവും കുറച്ച് വെള്ളവും വേണേൽ കഴിച്ചാൽ കുഴപ്പമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഡിന്നർ നമ്മൾ നേരത്തെ കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. പയറ്, പരിപ്പ്, ചിക്കൻ്റെ, പിന്നെ മീൻ, ഇങ്ങനത്തെ പ്രോട്ടീൻ അടങ്ങിയത് ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ രാവിലെ ഫോൺ എടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ രാവിലെ നിങ്ങൾ ന്യൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും രാവിലെ നോക്കാതിരിക്കുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അത് നോക്കാതിരിക്കുക. അതൊക്കെ നമ്മളെ എനർജി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ കൂട്ടായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൂട്ടായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. 21 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ ശീലങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെ ഡിഫോൾട്ടാവും. അപ്പോൾ ഈ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ നമ്മൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 21 ദിവസമാണ് നമ്മളൊരു ശീലം നട്ട് വളർത്തിയ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയായിട്ട് മാറാൻ വേണ്ടി എടുക്കുക.
അപ്പോൾ എല്ലാവരും ഒന്ന് നിന്നിട്ട് ഉറക്കെ പറയാം. വരി. ഞാൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിയാണ്. ഞാൻ 21 ദിവസം എൻ്റെ ശീലങ്ങൾ മാറ്റും. ഒന്നും എല്ലാവരും ഒന്ന് കയ്യെ ക്ലാപ്പ് ചെയ്ത് ചിരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വാർദ്ധക്യം, ഈ നമ്പർ പ്ലേറ്റ് നമുക്ക് തടയാനാവില്ല, പക്ഷേ ഇതിൻ്റെ വേഗം നമുക്ക് കുറക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഭാഗ്യമല്ല, മറിച്ച് എന്താണ്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒന്നുകൂടി ലാസ്റ്റ് നമുക്കൊരു ലാഫ്റ്റർ യോഗ, ഒരു ക്ലാപ്പിംഗ് എക്സസൈസ് കൂടി ചെയ്യാം അല്ലേ? ഓക്കെ, കഴിഞ്ഞു. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഡോക്ടറാണ്. ഡോക്ടർ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ അറിവിൽ വെച്ച് ചെറിയ അംശം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ശരിക്കും ഒരു തിന്ന് തൃപ്തിയാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. നമുക്ക് തോന്നുന്നു ഒരു 1 day ക്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള അറിവ് കിട്ടത്തുള്ളൂ. അപ്പം എനിക്കൊരു അഡ്വൈസേ പറയാനുള്ള, സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് നമുക്ക് നമ്മളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം. ഇവിടെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ആൾക്കാർ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇനിയെങ്കിലും നമ്മുടെ ഫുഡിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കുക. നല്ല ദിവസം, ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമുക്ക് നല്ല ദിവസമാക്കി തുടങ്ങാൻ സാധിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നാളെ രാവിലെ നമുക്ക് നല്ല ഒരു ദിവസമാക്കി ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഡോക്ടർ മുന്നിലിരിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുക. രാത്രിയിൽ നമുക്ക് വെജിറ്റബിൾ കഴിക്കുക മാക്സിമം. ഞാനൊക്കെ അത് ചെയ്യുന്നതാണ്. ഷുഗറൊക്കെ എന്നോ ഞാൻ കട്ട് ചെയ്തു. വീട്ടിൽ പഞ്ചസാര വാങ്ങാറില്ല, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിലൊരു വിരുന്ന് വന്നു, വീട്ടിൽ പഞ്ചസാര ഇല്ല, കാരണം വാങ്ങാറില്ല. ഉള്ളത് മക്കൾ കാണാതെയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ശരീരത്തിൽ, ഞാൻ 3 മക്കളുടെ അമ്മയാണ്. മൂത്തയാൾ 7ാം ക്ലാസ് പഠിക്കുക. അപ്പോൾ എല്ലാവരും പറയും, ഞാനങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടും. കാരണം ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞതുപോലുള്ളൊരു ജീവിത ശൈലിയാണ്. എനിക്ക് തോന്നുന്നു, ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞതുപോലുള്ള, ഡോക്ടർ സജീവ് സാറിൻ്റെ പല ട്രെയിനിങ് സെഷനും എറണാകുളത്ത് പോയി പങ്കെടുക്കുന്നയാളാണ്. അപ്പോൾ കുറച്ച് ഇൻഫർമേഷനൊക്കെ ചെറിയ രീതിയിൽ അന്ന് കിട്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽത്തിൽ കോൺഷ്യസാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ അച്ഛനും, വീട്ടിലെല്ലാവരും അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും തമ്മിൽ വലിയ അന്തരാണ്. എൻ്റെ അച്ഛനൊക്കെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം 60 വയസ്സിനോടടുത്ത്, പക്ഷെ പറയില്ല. കാരണം എന്ന് പറയുന്നത്, ഡോക്ടർ പറഞ്ഞതുപോലെ ഹെൽത്തിൽ കോൺഷ്യസ് ആണ് ആള്. ഒരു ഇൻഫ്ലമേഷനും പുള്ളിയുടെ ശരീരത്തിലില്ല. അപ്പോൾ നമുക്ക് നമ്മളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇനിയെങ്കിലും സാധിക്കണം. ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് എനിക്കല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളൊന്നുമില്ല. മക്കളായി, കൊച്ചു മക്കളായി, ഇനിയൊക്കെ നമുക്ക് ഒറ്റപ്പെടലൊക്കെ തോന്നാൻ പോകുന്ന ഒരു സമയമാണ്. കാരണം ആരും ഒറ്റപ്പെടുത്തുന്നതല്ല, കാരണം സാഹചര്യം, അവരുടെ പണിക്ക് പോകുന്നത് കൊണ്ട്, പേരക്കുട്ടികൾ അവരുടേതായ ലോകത്താവുന്നതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന. അതിന് ഈ വയോജന വേദി നമുക്ക് ഉപകരിക്കും. നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ ആ ഒറ്റപ്പെടലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സാറ് പറഞ്ഞ പോലെ ലാഫ്റ്റർ യോഗ വലിയൊരു മരുന്നാണ്. നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിരിക്കാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ആ സമയത്ത് സജീവ് സാർ എപ്പോഴും പറയുന്നതാണ്, ഒരു പേന ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കടിച്ചിട്ട് പിടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ചിരിക്കുന്നത് പോലെ ആകും. നമ്മുടെ ബ്രെയിനൊരു പൊട്ടന, സാറ് പറഞ്ഞില്ലേ, ബ്രെയിനൊരു പൊട്ടന. അപ്പം നമ്മുടെ ബ്രെയിനിനെ നമ്മളൊന്നും പറ്റിക്കുകയാണ് സത്യത്തിൽ. ആ സമയത്ത് ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും. ചിരിക്കാൻ സാധിക്കാതെ, എനിക്ക് തോന്നുന്നു സാറിന് പലപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ യോഗ ചെയ്യുമ്പോൾ ചിരിക്കാൻ ചെറിയൊരു പ്രയാസമുള്ള പോലെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണത്. അപ്പോൾ ഡെയിലി ഒന്ന് ചിരിക്കാനും കൂടെ സാധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഈ വയോജന സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് Yes.
ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പ്രിയപ്പെട്ട അധ്യക്ഷൻ മഹർഷി, നമ്മുടെ സദസ്സിനെ അതൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മുതൽ ഇതുവരെ തുടങ്ങിയത് മുതൽ ചിരിപ്പിച്ച് ചിരിക്കുന്ന ആളൊന്ന് ചിരിക്കണ ആളൊക്കെ രണ്ടാളും ചിരിച്ചിട്ടില്ല. അതുപോലെ വിധികളോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാം. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഒരു പറഞ്ഞ മാതിരി നമുക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇതായിരുന്നാലും നമ്മുടെ സദസ്സിന് നല്ല ഒരു അത് നമ്മുടെ 3 വർഷമായി എന്നുള്ള നിലക്ക് തന്നെ ഈ ലൈബ്രറി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സന്ദർഭം ഇനിയും ഉണ്ടാവും. അതിലൊക്കെ തന്നെ ഞങ്ങളോട് സഹായിക്കണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ആശംസ ഞങ്ങൾ നമ്മൾ എല്ലാ തവണയും ഡോക്ടർ നല്ലൊരു അക്ഷരമായ ക്ലാസ്സുകൾ ആസ്വദിച്ചു. എനിക്കൊരു ആശംസ പഠനത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയപ്പോഴും പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ വയോജനങ്ങൾക്ക് ശരിയായി മാറണം. കാരണം അത്രയധികം വയോജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. കാരണം ഇന്ന് 1000-ആയിരിക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വയോജനങ്ങൾ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് സർക്കാർ ഓരോ വയോജന നയങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പല നയങ്ങളും ഈ വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അപ്പോൾ അതിന് ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇനിയും നമ്മുടെ ലൈബ്രറി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായാലും മറ്റു പല സംഘടനകളുടെ ആഭിമുഖ്യത്തിലായാലും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് വയോജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കണം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈദ്യുതി വഴി കൂടുതൽ കാര്യങ്ങളിൽ കടന്നില്ല. ഈ അനുഭവത്തില്ല ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ അധ്യക്ഷൻ, നമ്മുടെ വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്ത ആയുധ, പിന്നെ ബ്ലോക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നിയ പെരുമാറ്റം മറ്റ് അമ്മമാർക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താനുള്ളത് വൈദ്യവേളയിലെങ്കിലും നമ്മുടെ പ്രാധികരണ മെമ്പർ ഇവിടെ എത്തി. വളരെ സന്തോഷമായി. കാരണം ബെഹ്റൂന്ന് വിളിച്ചിട്ട് ഞാൻ കണക്ക് കൂട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബെഹ്റൂന്ന് സാധാരണ ഞാൻ ബസ്സിലും കൂടി പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതി ബെഹ്റൂരിൽ പോകുന്നവർ എത്തുന്നില്ലല്ലോ. നോക്കുമ്പോൾ അവിടെ മുബാറക്കിൽ ഒരു പരിപാടിക്ക് 5 മണിക്ക് എന്തായാലും ഞാൻ പോകുന്നെന്ന് പറഞ്ഞതാണ്. 4:30 മണിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അത് എത്തിയതിൻ്റെ പേരിൽ നമ്മൾ ലൈബ്രറി കൗൺസിലിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം മെമ്പർ വെക്കുന്നത് ഈ ലൈബ്രറി കൗൺസിൽ